എല്ലാവർക്കും നമസ്കാരം. കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയുടെ പരമാചാര്യനായിരുന്ന പട്ടിക്കാന്തൊടി രാവുണ്ണിമേനോൻ്റെ സ്മരണാദിനം കൂടിയാണ് ഇന്ന് നമ്മൾ കന്നിരണ്ട് ഗുരുസ്മരണാദിനമായി കലാമണ്ഡലം ആചരിച്ചു പോരുന്നത്. ഇതിൻ്റെ ആദ്യത്തെ സെഷനിൽ പുരസ്കാര സമർപ്പണവും തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടന്നു. ഇതിൻ്റെ രണ്ടാമത്തെ സെഷനിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ്റെ അമ്മ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഓരോ ചരിത്രവും എത്രയോ വ്യക്തി സമഷ്ടി അനുഭവങ്ങളുടെ സാക്ഷ്യപത്രമാണ്, ഓർമ്മകളുടെ സാകല്യമാണ്, പുതുതലമുറയ്ക്കുള്ള ഊർജവും വഴിവെളിച്ചവും തെളിച്ചവുമാണ്. മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ്റെയും മണക്കുളം മുകുന്ദരാജയുടെയും കക്കാട് കാരണവപ്പാടിൻ്റെയും ദീപ്ത സ്മരണയ്ക്കു മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആശാകിരീടം 2021 എന്ന ഈ പരിപാടി സമാരംഭിക്കാൻ പോവുകയാണ്. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ കഥകളിയുടെ നടന വിസ്മയം, എന്നത്തെയും അരങ്ങുവാണ അദ്ദേഹത്തിൻ്റെ കലാപ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഗോപിയാശാൻ്റെ തന്നെ ശ്രീകൃഷ്ണ സങ്കല്പം എന്ന കവിത പ്രാർത്ഥനയായി ആലപിക്കുന്നതിനു വേണ്ടി കഥകളി സംഗീത വിഭാഗം വകുപ്പ് മേധാവി കലാമണ്ഡലം വിനോദാശാനെ ഈ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുന്നു. പ്രാർത്ഥന. തിരുമുടി കെട്ടിയളകങ്ങൾ ബാലത്തിൽ വീണുകിടക്കുന്ന ശോഭയിൽ പൂവം വനയുന്ന പൂപാണമേന്തുന്ന വില്ലുപോലുള്ളൊരു ചില്ലിയുഗങ്ങളും നീരജം പോലുള്ള നേത്രദ്വയങ്ങളും കാണുവാനാശ പൂണ്ടിടുന്നു നിത്യവും. പുഞ്ചിരി തൂകി പ്രസാദം ചൊരിയുന്ന ചെഞ്ചുണ്ടു കാണുവാനുണ്ടതിമോഹവും ഉല്ലാങ്കുഴലിൻ്റെ നാദവും കേൾക്കുവാൻ എന്നുണ്ണി കൃഷ്ണ കൊതിക്കുന്നു മാനസം. കണ്ണാത്തരില്ലേ നീ എന്നുടെ വാഞ്ചിതം, എന്നുണ്ണി കണ്ണ വണങ്ങുന്നു നിത്യവും, എന്നുണ്ണി കണ്ണ വണങ്ങുന്നു നിത്യവും, വണങ്ങുന്നു നിത്യവും. സ്വാഗതം പറയുന്നതിനും അമ്മ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഒരു ആമുഖ പരിചയം നൽകുന്നതിനുമായി ഇതിൻ്റെ കോർഡിനേറ്റർ ശ്രീമതി മിനി ബാനർജിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആശാകിരീടം 2021 ഗോപിയാശാൻ്റെ അമ്മ എന്ന കവിതാ സമാഹാരം പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളി സർ, ഉദ്ഘാടകനായ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ സർ, മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കുന്നംകുളം MLAയും മുൻ മന്ത്രിയുമായ ശ്രീ AC മൊയ്തീൻ സർ, പുസ്തക പ്രകാശനം നടത്തുന്ന പ്രസിദ്ധ കവി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സർ, പുസ്തകം സ്വീകരിക്കുന്ന കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ സർ, മുഖ്യ പ്രഭാഷകനായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് സർ, ആശംസകൾ അർപ്പിക്കാനെത്തിയ ബഹുമാനപ്പെട്ട വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷേഖ് അബ്ദുൽ ഖാദർ സർ, ശ്രീ V കലാധരൻ, ശ്രീ MPS നമ്പൂതിരി, ശ്രീ AV ശ്രീകുമാർ, ശ്രീ V മുരളി, പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ, മറ്റ് ബഹുമാന്യ വ്യക്തികളെ, സഹൃദയരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ കലാ സാഹിത്യ രാഷ്ട്രീയ പത്രപ്രവർത്തന രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന
പ്രൗഢമായ ഒരു വേദിയിൽ ഗോപിയാശാന്റെ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനും പുസ്തക പ്രകാശന ചടങ്ങിൽ സ്വാഗതം പറയുന്നതിനും അവസരം ലഭിച്ചു എന്നത് എന്തുകൊണ്ടും ഒരു അഭിമാനം തന്നെയാണ്. ആശാന്റെ കവിതകളെല്ലാം വായിച്ച് മനസ്സിലാക്കി പകർത്തി കൊടുക്കുവാനും അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ, അപൂർവ വേഷങ്ങൾ ഉൾപ്പെടെ 1000-ന് മേൽ വേഷങ്ങൾ കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും എഴുതാനുമൊക്കെ ഞാൻ പ്രകടിപ്പിച്ച താല്പര്യവും ഉത്സാഹവും ആവാം ഈ പരിപാടിയുടെ സംഘാടക എന്ന നിലയിലേക്ക് അദ്ദേഹം എന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നല്ല മനസ്സിനു മുൻപിൽ പ്രണമിച്ചുകൊണ്ട് മുല്ലപ്പൂ കാരണം വാഴനാരിനും മോക്ഷം കിട്ടി എന്ന സന്തോഷത്തോടെ, അതിലുപരി അഭിമാനത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പുസ്തക പ്രകാശന ചടങ്ങിന് അധ്യക്ഷനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളിയാണ്. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേർന്ന വളരെ ഊർജ്ജസ്വലനായ വടക്കാഞ്ചേരിയുടെ യുവ MLA ആശാകിരീടം 2021 എന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഹനീയമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയായ ശ്രീ K. രാധാകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹം 2006 മുതൽ 2011 വരെ കേരള നിയമസഭാ സ്പീക്കറാകും. EK നയനാർ മന്ത്രിസഭയിൽ 1996 മുതൽ 2001 വരെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1996 മുതൽ തുടർച്ചയായി ചേലക്കര മണ്ഡലത്തിലെ MLA ആണ്. കലാമണ്ഡലത്തിൻ്റെ പടിപടിയായുള്ള ഓരോ ഉയർച്ചയിലും തൻ്റെ കയ്യൊപ്പ് ചേർത്തിട്ടുള്ള കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവരുടെയും പേരിൽ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗോപിയാശാന്റെ പുസ്തക പ്രകാശനത്തിന് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുന്നംകുളം MLA-യും മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ ശ്രീ AC മൊയ്തീൻ സാറാണ്. ഏതു നല്ല സംരംഭത്തിനും തുറന്ന മനസ്സോടെ പ്രോത്സാഹനം നൽകുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന ശ്രീ AC മൊയ്തീൻ സാറിനെ ഈ ചടങ്ങിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. കവി, പ്രസംഗകൻ, സ്വതന്ത്ര പത്രപ്രവർത്തകൻ തുടങ്ങിയ നിലകളിലെല്ലാം പ്രഗത്ഭനായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ് ഇന്ന് ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നത്. പഠനകാലത്ത് തന്നെ കവിതയും ലേഖനങ്ങളും എഴുതിയിരുന്ന അദ്ദേഹം കഥാപ്രസംഗത്തിലൂടെയാണ് ആദ്യം പൊതുവേദിയിലെത്തിയത്. 1992 പ്രസിദ്ധീകരിച്ച നിളയുടെ തീരങ്ങളിലൂടെ എന്ന അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പഠന ഗ്രന്ഥം ദൂരദർശൻ ഡോക്യുമെൻ്ററി പരമ്പരയാക്കിയിട്ടുണ്ട്. ഏകാന്തം ഉൾപ്പെടെ ഏതാനും മലയാള സിനിമകൾക്ക് കഥയും തിരക്കഥയും ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. കൈരളി പീപ്പിൾ TV-യിൽ സംപ്രേഷണം ചെയ്യുന്ന മാമ്പഴം എന്ന കവിതാ റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഈ പുസ്തക പ്രകാശന വേദിയിലേക്ക് ശ്രീ ലീലാകൃഷ്ണൻ സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറായ ഡോക്ടർ TK നാരായണൻ സാറാണ്. പ്രശസ്തമായ കോഴിക്കോട് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം പ്രൊഫസറായിരുന്ന അദ്ദേഹം ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഭരണം വളരെ ചിട്ടയോടുകൂടി സ്തുത്യർഹമായി നിർവഹിച്ചു വരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പുസ്തക പ്രകാശനം ഈ സരസ്വതി മന്ദിരത്തിൻ്റെ പരിപാവനമായ കൂത്തമ്പലത്തിൽ വെച്ച് നടത്തുന്നതിന് ഒരു മടിയും കൂടാതെ സമ്മതിച്ച സന്മനസ്സിനെ നമിച്ചുകൊണ്ട് ബഹുമാനപൂർവ്വം ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ NR ഗ്രാമപ്രകാശ് സാറാണ്. 2007 കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ശേഷമുള്ള ആദ്യ രജിസ്ട്രാറായിരുന്നു അദ്ദേഹം. പ്രശസ്തനായ എഴുത്തുകാരനും വാഗ്മിയുമായ ഗ്രാമപ്രകാശ് സാറിനെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗോപിയാശാന്റെ പുസ്തക പ്രകാശനത്തിന് ആശംസ അറിയിക്കുന്നതിനായി എത്തിയ ബഹുമാനപ്പെട്ട വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാറിനെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. കലാമണ്ഡലം
മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാറും പ്രശസ്ത കലാനിരൂപകനുമായ ശ്രീ വി കലാധരൻ അവർകൾ ഈ പരിപാടിക്ക് ആശംസ അറിയിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആശാകിരീടം 2021 എന്ന ഈ പരിപാടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. കലാമണ്ഡലം രാമൻകുട്ടി നായരാശാൻ, വാഴയങ്കട കുഞ്ചുനായരാശാൻ, കലാമണ്ഡലം പത്മനാഭൻ നായരാശാൻ, കലാമണ്ഡലം ഗോപിയാശാൻ തുടങ്ങിയ പ്രഗത്ഭരുടെ കീഴിൽ കഥകളി അഭ്യസിച്ച കലാമണ്ഡലം MBS നമ്പൂതിരി അവർകൾ കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലും കലാമണ്ഡലം കൽപ്പിത സർവകലാശാല കഥകളി വിഭാഗം ഡീനുമായിരുന്നു. MBS ആശാൻ നിള ക്യാമ്പസ് ഡയറക്ടറായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ കളരിയിൽ ചൊല്ലിയാടാത്ത നളചരിതം ആട്ടക്കഥ മുഴുവനായി ഗോപിയാശാൻ കളരിയിൽ ചൊല്ലിയാടിച്ചത്. ഗുരുവിൻ്റെ പുസ്തക പ്രകാശനത്തിന് ആശംസ അറിയിക്കാനെത്തിയ MBS ആശാനെ ഈ പരിപാടിയിലേക്ക് സബഹുമാനം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്ന അമ്മ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രസിദ്ധീകരണ ചുമതല ഭംഗിയായി നിർവഹിച്ചിരിക്കുന്ന DC ബുക്സിൻ്റെ പ്രതിനിധിയായി എത്തിയിരിക്കുന്നത് ശ്രീ AV ശ്രീകുമാർ സാറാണ്. പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തെ നിരവധി തവണ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന വിഷമത്തോടെ പറയട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വളരെ ക്ഷമാപൂർവ്വം അദ്ദേഹം മറുപടി നൽകി സഹായിച്ചു. ശ്രീകുമാർ സാറിൻ്റെ സന്മനസ്സിനെ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുസ്തക പ്രകാശന വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വർഷത്തിലേറെയായി മാതൃഭൂമിയിലൂടെ സാംസ്കാരിക വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മാതൃഭൂമിയുടെ മുതിർന്ന പത്രപ്രവർത്തകനാണ് മുരളി സാർ. അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ഗുരുവായൂർ ഭക്തപ്രിയ മാസികയുടെ അസിസ്റ്റന്റ് എഡിറ്ററും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനുമാണ്. ആശംസ അർപ്പിക്കുന്നതിനായി എത്തിയ മുരളി സാറിനെ എല്ലാവരുടെയും പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔപചാരികതയുടെ പേരിൽ അമ്മ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഔപചാരികതയുടെ പേരിൽ അമ്മ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഈ വേളയിൽ കലാമണ്ഡലം ഭരണസമിതി അംഗം കെ രവീന്ദ്രനാഥ് സാറും ആഗതനായിട്ടുണ്ട്. അദ്ദേഹത്തെയും ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവായ ഗോപിയാശാനെയും ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ആശാകിരീടം 2021 എന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹൃദയരെയും സസന്തോഷം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പുസ്തക പ്രകാശനമായി നടത്തുന്ന അമ്മ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഒരു പുസ്തക പരിചയമാണ് ഞാനിവിടെ ചെയ്യുന്നത്. വള്ളത്തോൾ കവിതകൾ ധാരാളം വായിച്ചതിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കവിതകൾ എഴുതുമായിരുന്നു എന്ന് ഗോപിയാശാൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. വള്ളത്തോൾ കവിതയെ ആധാരമാക്കി കാപാലിക വധം ആട്ടക്കഥയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് കവിത എഴുത്ത് അദ്ദേഹത്തിന് പുതുമയല്ല എന്ന് സൂചിപ്പിക്കുവാനാണ്. ശതാഭിഷിക്തനായ ഒരാൾ 1001 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിരിക്കും എന്നാണല്ലോ പ്രമാണം. എന്നാൽ ഗോപിയാശാന്റെ കാര്യം നേരെ മറിച്ചാണ്. അദ്ദേഹത്തെയാവും 1001 പൂർണ്ണചന്ദ്രന്മാർ കണ്ടിരിക്കുക. രാവിൻ്റെ ചന്ദ്രശോഭയിൽ അദ്ദേഹം നളനായും ബാഹുകനായും രുക്മാംഗതനായും അർജുനനായും കൃഷ്ണനായും ഒക്കെ അരങ്ങിൽ നിറഞ്ഞു നിന്നു. ഈ സമയത്താണ് കൊറോണ എന്ന മഹാമാരി ലോകം കീഴടക്കിയത്. മറ്റു മേഖലകൾ പോലെ തന്നെ കലാരംഗവും നിഷ്ക്രിയമായി. പക്ഷേ ആ നിഷ്ക്രിയത്വം അദ്ദേഹത്തെ ബാധിച്ചില്ല. തൻ്റെ വേഷങ്ങളെ പോലെ തന്നെ അദ്ദേഹം കവിതയെയും പ്രണയിച്ചു തുടങ്ങി. ഈ കാലത്ത് ആശാൻ ആദ്യമായി എഴുതിയ ഏറെ ആത്മാംശം തുളുമ്പുന്ന അമ്മ എന്ന കവിതയുടെ ശീർഷകമാണ് പുസ്തകത്തിന് പേരായി നൽകിയിരിക്കുന്നത്. ആരുടെയും കരളലിയിക്കുന്ന അമ്മ എന്ന കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്: കഷ്ടമെൻ മാതാവാട്ടെ കുട്ടിയാം എന്നെ വിട്ടു പെട്ടെന്നു മറഞ്ഞുപോയി പട്ടടയ്ക്കുള്ളിൽ കഷ്ടം. അതെ, അവതാരികയിൽ പറഞ്ഞതുപോലെ തന്നെ
വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിതയുടെ തുടക്കം പോലെ. അമ്മ എന്ന കവിതയെ തുടർന്ന് വിവിധ പ്രമേയത്തിലുള്ള 70ഓളം കവിതകളാണ് പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. മഹാകവി വള്ളത്തോൾ, ഗുരുതുല്യനായ കലാമണ്ഡലം കൃഷ്ണൻ നായർ, ഗുരുക്കന്മാരായ കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ തുടങ്ങിയവരെക്കുറിച്ചുള്ള കവിതകൾക്കൊപ്പം ഇഷ്ടദേവനായ ശ്രീ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള നിരവധി കവിതകളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗണപതി, സരസ്വതി, അയ്യപ്പൻ, ശിവപാർവതിമാർ തുടങ്ങി മിക്ക ദേവതകളെക്കുറിച്ചും കവിതകളുണ്ട്. ആനുകാലിക പ്രസക്തിയുള്ളതും സന്ദേശ കവിതകളും ഈ കവിതാ സമാഹാരത്തിലുണ്ട്. ഇവ കൂടാതെ ശ്രീ ധന്യ യേശു എന്ന പേരിൽ ക്രിസ്തുദേവനെ കുറിച്ചുള്ള കവിതയും പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ആട്ടുകഥ ഇതിവൃത്തമാക്കി രചിച്ച ഭക്തകുചേലൻ, പ്രണയിനി പരിണയം, ഭാർഗവശാപം തുടങ്ങിയ നീണ്ട കവിതകളും കാവ്യസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൊറോണ, വിരഹം, പ്രണയം, തൻ്റെ കലാമണ്ഡലത്തിലെ അരങ്ങേറ്റം, കലാമണ്ഡലത്തിലെ വിദ്യാഭ്യാസകാലം എല്ലാം കവിതകൾക്ക് പ്രമേയമായിട്ടുണ്ട്. വാങ്മയ ചിത്രങ്ങൾ കാഴ്ചവെക്കുന്ന, വാക്കുകൾ കൊണ്ട് കസർത്തുകളില്ലാത്ത ലളിത പദാവലി ഉപയോഗിച്ചിരിക്കുന്ന ഈ കവിതകളെല്ലാം തന്നെ സാധാരണ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പാകത്തിന് രചിച്ചിട്ടുള്ളവയാണ്. തുള്ളൽ കവിതകളുടെ ഒരു ചെറിയ സ്വാധീനമുള്ളതുകൊണ്ട് കവിതകളെല്ലാം താളനിബദ്ധങ്ങളാണ്. അതുകൊണ്ട് കവിതകൾക്ക് നല്ല വായനാസുഖമുണ്ട്. രചിക്കും തോറും ആസ്വാദനം വർദ്ധിക്കുന്ന കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത് എന്ന് തർക്കലേശമെന്നെ ആരും സമ്മതിക്കും. ഇതിലെ ചില കവിതകൾ മാതൃഭൂമി പേപ്പർ, ഗുരുവായൂർ ദേവസ്വം ഭക്തപ്രിയ മാസിക തുടങ്ങിയവയിൽ വന്നിട്ടുണ്ട്. ഈ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രസിദ്ധ സാഹിത്യകാരനും കവിയും ഗാനരചയിതാവും നടനുമായ ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അവർകളാണ്. ഈ രചനയെ മനോധർമ്മപുത്രരായ ഗോപിയാശാന്റെ മറ്റൊരു പ്രയോഗ വൈഭവമായി അദ്ദേഹം വിലയിരുത്തുന്നു. ഈ കൃതിക്ക് ഡോക്ടർ വേണുഗോപാലൻ, മിനി ബാനർജി തുടങ്ങിയവർ ആശംസ അർപ്പിക്കുന്നു. പേരുകേട്ട പ്രസിദ്ധീകരണ സ്ഥാപനമായ DC ബുക്സാണ് 146 പേജുള്ള ഗോപിയാശാന്റെ ഈ പ്രഥമ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ പുറംചേട്ട തയ്യാറാക്കിയത് പ്രസിദ്ധ മ്യൂറൽ ചിത്രകലാ വിദഗ്ധൻ ശ്രീ കൃഷ്ണകുമാർ ഗുരുവായൂറാണ്. കഥകളിയിലെ അനുപമനായ, അദ്വിതീയനായ മഹാനടന്റെ തൂലികയിൽ നിന്നുതിർന്ന കവിതകളുടെ സമാഹാരമാണ് എന്ന അപൂർവതയും ഇവിടെ പങ്കുവയ്ക്കുകയാണ്. നയവൈഭവത്തിൻ്റെ അപൂർവ മാതൃകകളായ ലാവണ്യവും ലാളിത്യവും നിറഞ്ഞ കവിതകളുടെ സമാഹാരമാണ് ഇത് എന്ന് അവതാരകനോടൊപ്പം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആശാനെ ബഹുമാനിക്കുന്നവർക്കായി, സ്നേഹിക്കുന്നവർക്കായി ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി പരിചയപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ആശാകിരീടം 2021 എന്ന പരിപാടിയുടെ ചടങ്ങുകൾ ഭദ്രദീപം കൊളുത്തി തുടങ്ങുന്നതിനായി ഏവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ കെ രാധാകൃഷ്ണൻ അവർകൾ, ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി അവർകൾ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുന്നു.
സഹൃദയരായ സദസ്യരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, നമസ്കാരം. ഞാൻ അങ്ങേറ്റം കുറച്ച് നാണത്തോട് കൂട്ടിയാണ് ഇപ്പം സംസാരിക്കാൻ നിൽക്കുന്നത്. മറ്റൊന്നും ഉണ്ടായിട്ടല്ല. കവിത എന്നുള്ളത് സ്വതവേ ഞാൻ എഴുതിയത് തെറ്റായിപ്പോയി എന്നൊക്കെ ഞാൻ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് എഴുതിയത്. എന്തിനു വേണ്ടിയിട്ട് എഴുതി എന്ന് ചോദിച്ചാൽ, കൊറോണക്കാലത്ത് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൊറോണക്കാലത്ത് അങ്ങേയറ്റം വിഷമിച്ചിട്ട് ഇരിക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടു. അതായത് അമ്മ 4 വയസ്സിൽ മരിച്ചു. അവിടെ ഞാൻ അമ്മ ഇല്ലാതെ വളർന്നു. പക്ഷേ പിന്നെ എൻ്റെ ചെറിയമ്മയാണ് എന്നെ വളർത്തിയത്. ഏതായാലും ആ സങ്കടം മനസ്സിൽ വല്ലാണ്ട് തറച്ചു നിന്നു. പിറ്റേ ദിവസം കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെന്നിരുന്നപ്പോൾ തോന്നിയതാണ് അമ്മ എന്നുള്ള കവിത എഴുതാൻ തോന്നിയത്. അത് നേരെയാവും എന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. മാത്രമല്ല, കവികളെപ്പോലെ സാഹിത്യ ഭംഗിയോ സാഹിത്യകാരനോ സാഹിത്യത്തിൻ്റേതായിട്ടുള്ള വാക്കുകളോ എൻ്റെ കയ്യിലില്ല. പിന്നെ എന്തിനു തുടങ്ങിയെന്ന് വിചാരിച്ചാൽ, സമയം പോകാനും കയ്യെഴുത്ത് നന്നാവാനും നന്ന് തോന്നിയിട്ട് തുടങ്ങി വെച്ചതാണ്. ഏതായാലും ആ കവിത എഴുതി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഇപ്പം ഈ പറഞ്ഞ മാതിരി മിനി ബാനർജിക്ക് അയച്ചു കൊടുത്തു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, മിനി ബാനർജിയുടെ ഭർത്താവ്, അതായത് ബാനർജി സാർ, അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹം അത് നോക്കിയിട്ട് തിരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അയച്ചു കൊടുത്തത്. അദ്ദേഹം അത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിലധികം തിരുത്താനൊന്നുമില്ല, ഇത് നന്നായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു. അത് ഞാൻ പിന്നീട് ഈ വാട്സപ്പിൽ കൂടെ കഷ്ടിച്ച്, വാട്സപ്പ് ഉപയോഗിക്കാൻ നല്ല വശത ഇല്ല എങ്കിലും കുറേശ്ശെ വശത ഉള്ള കാരണം അതിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളായ പലർക്കും അയച്ചു കൊടുത്തു. അവരെല്ലാം വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ആ നല്ല അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിലാണ് ഇത് ഗുരുവായൂർ ദേവസ്ഥയ്ക്ക് അയച്ചു കൊടുക്കാൻ നമ്മളുടെ മാതൃഭൂമി മുരളി, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം തന്നെ വാങ്ങിച്ചിട്ട് അയച്ചു കൊടുത്തു. അദ്ദേഹം തന്നെ എൻ്റെ ആ കവിത വാട്സപ്പിൽ കൂടെ വാങ്ങിച്ചിട്ട് അയച്ചു കൊടുത്തു. അതിൽ പ്രസിദ്ധീകരിച്ച് വന്നു. അവിടെയും മറ്റ് പല ആൾക്കാരും എൻ്റെ കഥകളി കാണാത്ത ചിലർ, കഥകളിക്കാരനാണ് എന്ന് അറിയില്ല, കലാവണ്ണം ഗോപി എന്ന് കേട്ടിട്ടുണ്ട്, അവരിൽ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കലാവണ്ണം ഗോപിയല്ലേ? അതെ, താങ്കളുടെ കവിത ഗംഭീരമായിട്ടുണ്ട്. ഞാൻ കഥകളിയൊന്നും കാണാറില്ല, ഞാൻ കുറച്ച് കവിത എഴുതാറുണ്ട്, വായിക്കാറുണ്ട്, പക്ഷേ കവിത അസലായിട്ടുണ്ട്, അമ്മ എന്നുള്ള കവിത. അങ്ങനെ പലരും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അത് മനസ്സിൽ തറച്ചത് കാരണം കൊണ്ട് ചില വരികൾ പിന്നീട് അവർ കുറിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേശ്ശെ പിന്നെ മാത്രമല്ല, കവിത വരുത്താൻ വേണ്ടി ഇരുന്നാൽ എനിക്കൊന്നും വരില്ല. മനസ്സ് തോന്നിയത് അപ്പം കുറിക്കുക. അത് ചിലപ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴാകും, അവിടുന്ന് വീട്ടിൽ പോരും, അപ്പം കുറിക്കും. അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിട്ട് വരുന്നത്. ഇതെല്ലാം നമ്മളുടെ മിനി ബാനർജി സാറും കൂടി ശരിപ്പെടുത്തിയിട്ട്, അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാൽ അക്ഷരപ്പശവോ സാഹിത്യം അല്ല, സാഹിത്യം ഇല്ല എങ്കിലും അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, ഇങ്ങനെ. അപ്പോൾ ഏതായാലും അവരുടെയൊക്കെ സഹായം കൊണ്ട് കുറേയൊക്കെ കവിതകൾ ഇങ്ങനെ എഴുതി മുന്നോട്ട് പോയി. അവസാനം ഇത്
കുറേയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ആൾക്കാരെന്നെ പറഞ്ഞു തുടങ്ങി, സുഹൃത്തുക്കളാണ്, അവർ പറഞ്ഞു തുടങ്ങി ഇത് ഏതായാലും പബ്ലിഷ് ചെയ്യാൻ നോക്കൂ എന്ന് പറഞ്ഞു. പബ്ലിഷ് ചെയ്യാൻ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതെന്തുകൊണ്ട് എങ്ങനെ ധൈര്യത്തിലാണ് ഈ പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ആരെയെങ്കിലും സമീപിക്കൽ എങ്ങനെയാണ് എന്ന് മനസ്സുകൊണ്ട് ധൈര്യം വരാതെ, പക്ഷേ ആ ധൈര്യം ഇല്ലെങ്കിലും ശരി വന്ന പാട് ചന്തം എന്ന് വിചാരിച്ചിട്ട് DC ശ്രീകുമാർ എൻ്റെ ഒരു സുഹൃത്താണ്. എന്താ വെച്ചാൽ ആ നളയുടെ പ്രഭാവം അവിടെയാണ് അച്ചടിച്ചത്. അതിൻ്റെ ശേഷം സുഹൃത്തുക്കളായി. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിനെ സമീപിക്കാം എന്ന് ധരിച്ച് അദ്ദേഹത്തിനെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞെന്താ, ആശാൻ അകത്ത് കുറികൾ അയച്ചു തരൂ, ഞാനത് വേഗം ശരിക്ക് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കുറച്ച് സമാധാനമായി. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ടിട്ടെന്നുണ്ടെങ്കിൽ അന്നൊന്നും കൊറോണയാണ്, കാരണം പുസ്തകം അടിക്കാൻ പ്രസ്സിൽ യാതൊരു ജോലിയില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് കഷ്ടിച്ച് പ്രസ്സിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് ശരിയാക്കി തന്നു തുടങ്ങി. അത് ശരിയാക്കാൻ ശ്രമിച്ചു തുടങ്ങി. അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇത് എനിക്ക് ഈ കവിതകൾ എഴുതാനുള്ള ധൈര്യം വന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വഭാവത്തിന് ധൈര്യം എന്ന് പറയുന്നതിൽ അഭിലേഷമില്ല. എന്നാൽ രാവിലെ പറഞ്ഞ മാതിരി ശുണ്ഠി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങേറ്റത്തെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും പ്രഗത്ഭനായ. പക്ഷേ ഈ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും എന്തെങ്കിലും ഒരു ധൈര്യം വേണ്ട, അതൊന്നുമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ആ ശരിയാക്കാൻ തോന്നുമ്പോൾ മനസ്സിലത്തെ ഒരു പ്രചോദനം കിട്ടിയപ്പോൾ ധൈര്യം തന്നെത്താൻ വന്നു. പിന്നീട് കുറേ എഴുതി തുടങ്ങി, ഓരോന്ന്. അപ്പോൾ ഗുരുനാഥന്മാരെ സംബന്ധിച്ചു, അതിലിപ്പോൾ അത് പറഞ്ഞില്ലേ, അതൊക്കെ ചെയ്യാൻ സംബന്ധിച്ചു. ഇങ്ങനെയായപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കലാമണ്ഡലം VC TK നാരായണൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ DC ബുക്ക് ചെയ്തു തരാമെന്നുണ്ട്, അപ്പോൾ അതൊന്ന് പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചു. നമുക്കത് കലാമണ്ഡലത്തിൽ തന്നെയാവണോ, എന്താ, യാതൊരു വിഷമവുമില്ല എന്ന് പറഞ്ഞു. അതന്നെ മഹാഭാഗ്യം. എന്താ വെച്ചാൽ പറ്റില്ല എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ തീർച്ചയാക്കി. എന്നാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മന്ത്രി, നമ്മുടെ ദേവസ്വം മന്ത്രി, നമ്മളുടെ രാധാകൃഷ്ണൻ. പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ വിചാരിക്കുകയെന്നറിയില്ല. എന്തായാലും അങ്ങനെയാണ് ഞങ്ങളുടെ വളർച്ച എന്നർത്ഥം. കുറേ കാലമായിട്ടേ അങ്ങനെയാണ്. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം നേരായി സന്തോഷമായിട്ട് ഞാൻ ഏറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് നോക്കി. പിന്നെ സേവ്യർ ചിറ്റലപ്പള്ളി വിളിച്ചു. അത് നമ്മളെ വടക്കാഞ്ചേരി MLA കൂടിയാണ്. പിന്നെ മറ്റൊന്നുള്ളത് എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും വേണ്ടതായ എനിക്ക് വേണ്ട ഉപദേശങ്ങൾ നല്ല സ്നേഹസമ്പന്നനായ AC മൊയ്തീൻ സാറാണ്. അദ്ദേഹം കുന്നംകുളം MLA എന്നുള്ളതിലേക്കല്ല, കലാമണ്ഡലത്തിൻ്റെ ഒരു വ്യക്തിയായ ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധം കുറച്ചൊന്നുമല്ല. അത് വളരെയധികം മുമ്പേ ഉള്ളതാണ്. നമ്മളുടെ രാധാകൃഷ്ണൻ സാറും മറ്റേ AC മൊയ്തീനും ഒക്കെ ആയിട്ടുള്ള ബന്ധം കുറച്ച് വളരെ കാലം മുമ്പേ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ അവിടെ എത്തിക്കോളാം, ഉറപ്പ് എന്ന് പറഞ്ഞു AC മൊയ്തീൻ സാറ്. പിന്നെ ബാക്കി ഉള്ള ആൾക്കാരോടൊക്കെ വിളിച്ചപ്പോൾ അവരൊക്കെയും സന്തോഷപൂർവ്വം എത്താം എന്ന് പറഞ്ഞു. ഇതിലധികം കവിയല്ലാത്ത ഞാൻ കവിത എഴുതിയത് പ്രചോദനം തന്നുകൊണ്ട് പ്രസിദ്ധീകരണത്തിന് എത്തിയ ഇവരോടെല്ലാവരോടും നന്ദി പറഞ്ഞാൽ മാത്രം പോരാ എന്നെനിക്കറിയാം. പക്ഷേ ഞാനെല്ലാവരും എന്ത് ചെയ്യും? കൊറോണയിലേ നശിച്ചാണ് ഞാൻ. കഥകളിക്കാർക്ക് പിന്നെ മറ്റൊന്നും ചെയ്യാനില്ലല്ലോ. ഏതായാലും ഇത്രയും സ്നേഹസമ്പന്നത കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങേറ്റം. പിന്നെ ലീലാക്ഷൻ്റെ ബന്ധുവാണ്, ആലക്കോട് ലീലാക്ഷൻ. ഞാനിപ്പോൾ പെട്ടെന്ന് മറന്നു. മറക്കുക വെച്ചാൽ അങ്ങനെയല്ല. അത്
എപ്പോഴും അവനവൻ്റെ സ്വന്തം ആൾക്കാരെയാണല്ലോ കുറച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് കാരണം ആലങ്കോട് ലീലാകൃഷ്ണൻ എൻ്റെ ഭാര്യയുടെ അനിയൻ്റെ ഭാര്യയുടെ ഏട്ടനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ കവിത രചിക്കുന്ന കാലത്ത്, അതായത് കാഥികനായിരുന്നു, അതുകൊണ്ട് രസികത്വം. അങ്ങനെയുള്ള അദ്ദേഹമായിട്ടുള്ള സമ്പർക്ക മാധ്യമങ്ങളും ഇതുപോലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ അനുജൻ്റെ, അതായത് ഭാര്യയുടെ അനുജൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ലീലാകൃഷ്ണൻ്റെ എല്ലാ വിവരങ്ങളും അറിയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഒരു കഥകളിക്കാരനും ഒരു കവിയും ഒന്നിച്ചു കൂടുക എന്നുള്ളതൊരു മഹാസംഭവമാണ്, ഏതായാലും നന്നായി എന്നൊക്കെ പറഞ്ഞു. ആ സംഭവം ഏതായാലും ഇത് പ്രകാശനം ചെയ്യണമെങ്കിൽ അത് ലീലാകൃഷ്ണൻ തന്നെ വേണം എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ലീലാകൃഷ്ണൻ വേണം എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഇത് കേട്ട ആൾക്കാരൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെ, അത് ഗംഭീരമായിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണം, അത് അങ്ങനെ തീരുമാനിച്ചത് നന്നായി എന്ന്. ഇനി അതിനെ സംബന്ധിച്ച്, ലീലാകൃഷ്ണനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികൾക്കടക്കം അദ്ദേഹത്തിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സകല ആൾക്കാർക്കും. അതായത് പെരുമഴ പെയ്യുന്ന മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത്. അതും ഒരാൾക്കും എഴുന്നേറ്റ് പോകാൻ തോന്നാത്ത വിധത്തിൽ എല്ലാവരെയും വശീകരിച്ചു കൊണ്ടുള്ള സംസാരമാണ്. അതേമാതിരി എൻ്റെ ഇതിലും വശീകരിപ്പിക്കും എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. ഏതായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് നിങ്ങളിന്ന് അറിയിപ്പിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കവിതകളെ സംബന്ധിച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാം. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വീണ്ടും വീണ്ടും പ്രോത്സാഹനം തന്ന് ഇനി കൂടി കവിത എഴുതരുത് എന്ന് പറയണം. നന്ദി, നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന വടക്കാഞ്ചേരി MLA ബഹുമാനപ്പെട്ട സേവ്യർ ചിറ്റലപ്പള്ളി അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി ഈ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്ന മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, ഇവിടെ മുഖ്യാതിഥിയായി വേദിയിലുള്ള മുൻ മന്ത്രിയും MLAയുമായ ശ്രീ AC മൊയ്തീൻ, ഇവിടെ ഇന്നേ ദിവസം കവിതാ സമാഹാരം രചിച്ച് അത് പുറത്തിറക്കുന്ന നമ്മുടെ എല്ലാം ആരാധനാപാത്രം കൂടിയായ പത്മശ്രീ ഡോക്ടർ ഗോപിയാശാൻ, വേദിയിലുള്ള നമ്മുടെ പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, പുസ്തകം സ്വീകരിക്കുന്ന നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ഷെയ്ഖ് എന്ന് മാത്രമാണ് വിളിക്കാറുള്ളത്. വേദിയിലുള്ള നമ്മുടെ വിശിഷ്ടരായ നമ്മുടെ ഗ്രാമപ്രകാശ് വി മുരളി, അതുപോലെ തന്നെ AV ശ്രീകുമാർ, വി കലാധരൻ, കലാ MS നമ്പൂതിരി ഉൾപ്പെടെ സദസ്സിലുള്ള ഇതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സദസ്സ് വിദ്യാർത്ഥികളുടെയും ആശാൻ്റെ ശിഷ്യന്മാരുടെയും കലാമണ്ഡലത്തിലെ ജീവനക്കാരും ഈ കൊറോണ മഹാമാരിയുടെ പ്രോട്ടോകോൾ അതിന് വിധേയമായ രീതിയിൽ മാത്രം പങ്കാളിത്തം അനുവദിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടരെ,
ആശാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനി എഴുതരുത് എന്നെല്ലാവരും പറയണം. അപ്പോൾ ആശാൻ ഇനിയും എഴുതണം എന്നാണ് ഞാൻ വിനയപൂർവ്വം പറയുന്നത്. കാരണം ആശാൻ്റെ ആശാൻ കവിത എഴുതും എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കേരളത്തിലെ ചരിത്രം സൃഷ്ടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത ഘട്ടത്തിലെ ആശാൻ്റെ കവിത വാട്സപ്പിലൂടെ വന്നു. അത് കേരളത്തിൻ്റെ നിലവിലുള്ള പ്രതിരോധങ്ങളാകെ, മഹാമാരിക്കെതിരായ പ്രതിരോധം മാത്രമല്ല, പ്രളയഘട്ടത്തിൽ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ നടത്തിയ ഒരു സമരായുധമായി ആ ഗവൺമെൻറ് നടത്തിയ പ്രതിരോധങ്ങളാകെ വിശദീകരിക്കുന്ന ഒരു കവിതയായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെ വെച്ച് ആ കവിതയ്ക്ക് ഒരു ദൃശ്യാവിഷ്കാരം കൂടി നൽകിയാണ് ഞാൻ എൻ്റെ പേജിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കടന്നുവരവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആവേശത്തിൽ എഴുതിയത് എന്നാണ് ആ ഘട്ടത്തിൽ ഞാൻ ധരിച്ചത്. അപ്പോൾ ആശാനെ കാണാൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കൊറോണ പ്രതിസന്ധി, ആശാൻ്റെ പ്രായവും വെച്ച് ഒരു ചെറിയ അകലം സൂക്ഷിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ചെല്ലുണ്ടായി ആശാൻ. അപ്പോൾ ഞാൻ ആശാനോട് അത് പറഞ്ഞു, നിർത്തരുത് എന്ന്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ പിന്നീടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിളിക്കുന്നത്. ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, ആശാൻ അകലെ നിന്നൊരു പരിചയമാണുള്ളത്. പിന്നെ വടക്കാഞ്ചേരിയിലെ ചില സാംസ്കാരിക പരിപാടികൾക്ക് ആശാനെ ക്ഷണിക്കാറുണ്ട്. ആശാനെ പരിചയപ്പെടുന്നത് നമ്പീശൻ മാഷയുടെ കൂടെ കലാമണ്ഡലത്തിൽ വന്നാണ്. പിന്നെ ആശാനായി അടുത്ത് ഇടപഴകാനുള്ള അവസരം ലഭിച്ചത് എൻ്റെ നാട്ടുകാരനും അയൽവാസിയുമായ കലാമണ്ഡലം ഹൈദരാലി, അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് രണ്ട് അവസരങ്ങളിലാണ്. ആശാനെ വളരെ ബഹുമാനപരിസരം അകലെ നിന്ന് മാത്രം വീക്ഷിച്ചിട്ടുള്ള, കൂത്തമ്പലത്തിലൊക്കെ വന്ന് ഇവിടെ നടക്കുന്ന കഥകളിയൊന്നും പൂർണ്ണളവിൽ മനസ്സിലായില്ലെങ്കിൽ പോലും അത് കാണാനൊക്കെ തന്നെ ശ്രമിക്കുന്ന ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ ആശാൻ്റെ പരിപാടി വടക്കാഞ്ചേരി പ്രദേശത്ത് ഉണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം ഞാൻ അത് കാണാനും അതിനോടൊപ്പം ചെലവഴിക്കാനും ശ്രമിക്കാറുണ്ട്. നിശ്ചിത സമയം എന്ന് പറഞ്ഞാൽ ആശാനെ അരങ്ങിൻ്റെ പുറത്തുനിന്ന് കണ്ടേ ഞാൻ പോരാറുള്ളൂ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, കഥകളി കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാവനകൾ കഥകളി മുദ്രകളിലൂടെയാണ് പ്രതിഫലിക്കുന്നത്. ആ കഥകളി മുദ്രകളിലൂടെയുള്ള ഭാവനാപൂർണമായ ആ കഥ പ്രതിഫലിപ്പിക്കുന്ന ഒരാൾ തൂലികയിലൂടെ തൻ്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുന്നത് കഥകളിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിരവധി എഴുത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ സാഹിത്യമൊന്നുമില്ല എന്ന ആശാൻ ഒരു വിനീതനായി പറയുമ്പോഴും അതിനകത്ത് അതിൻ്റെ വരികൾ, ഇപ്പോൾ നമുക്കിവിടെ പ്രാർത്ഥനാഗീതം നമ്മൾ കേട്ടു, അതിനകത്തൊക്കെ നല്ല സാഹിത്യമുണ്ട് എന്ന് തന്നെയാണ്, ഉണ്ടാകും എന്ന് തന്നെയാണ്. പാലങ്കോടിനെ പോലെയുള്ളവരൊക്കെ പറയുമ്പോൾ അത് പിന്നെ കൂടുതൽ വ്യക്തതയോടുകൂടി പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വീണ്ടും ഞാൻ പറയുന്നു, ആശാൻ നിർത്തരുത്. കൊറോണ മഹാമാരി ആശാൻ അങ്ങനെ വെറുതെ ഇരുന്നു എന്ന് പറയാനാകില്ല. അപ്പം പറഞ്ഞല്ലോ, വശമില്ലാത്ത വാട്സപ്പും വശമില്ലാത്ത ഫേസ്ബുക്കും ഒക്കെ ആശാൻ കുറേശ്ശെ പിന്നെ വശത്താക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഒരു കവിതാ സമാഹാരം തയ്യാറാക്കി എന്നതും തൻ്റെ
അമ്മയോടുള്ള അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട ആ സാഹചര്യം പറയുമ്പോൾ ആശാൻ വിതുമ്പുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തെ കൂടി പിന്നെ ഓർമ്മയിൽ വന്ന ഘട്ടത്തിൽ നടത്തിയ ഈ പ്രവർത്തനം തുടരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ കവിതാ സമാഹാരം ആശാനെ സ്നേഹിക്കുന്നവർ ഏറ്റെടുക്കും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർകളെ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ, വടക്കാഞ്ചേരിയിലെ ബഹുമാനപ്പെട്ട MLA ശ്രീ ശ്രീവത് ചെറുപ്പള്ളി, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന മുൻ മന്ത്രിയും കുന്നംകുളത്തിൻ്റെ പ്രിയപ്പെട്ട MLA-യുമായിട്ടുള്ള ശ്രീ AC മോദി, അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ NR ഗ്രാംപ്രകാശ്, അതുപോലെ ഈ പുസ്തക പ്രകാശനങ്ങൾ നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ മാഷ്, അതുപോലെ തന്നെ വള്ളത്തോളർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ നമ്മുടെ MBS ഭൂരിമാഷ്, അതുപോലെ കലാധരൻ, ശ്രീകുമാർ, മുരളി, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഗോപിയാശാൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റ് അധ്യാപകരെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗോപിയാശാൻ, അദ്ദേഹം കഥകളിയുടെ ആചാര്യനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദീർഘകാലമായി കഥകളി രംഗത്ത് ഒരു മഹാമേരു പോലെ നിറഞ്ഞു നിൽക്കുകയാണ് ഗോപിയാശാൻ. കഥകളിയുമായിട്ടാണ് നമ്മൾ ആശാനെ എപ്പോഴും കാണുന്നത്. ആ ആശാൻ ഒരു കവിതാ സമാഹാരം തയ്യാറാക്കുകയും അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കലാമണ്ഡലം ഗോപിയാശാൻ ഈ കാലഘട്ടത്തിൽ എഴുതി നമ്മുടെ സമൂഹത്തിന് സമർപ്പിക്കുന്ന ഈ കവിതാ സമാഹാരം അത് തീർച്ചയായിട്ടും വ്യതിരിക്തമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആശാൻ്റെ മനസ്സിൽ കവിത ഒരു പ്രത്യേക ദിവസം കുട്ടിമുളച്ചതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നമുക്കറിയാം, കഥകളി രംഗത്ത് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യവും അതിൻ്റെ അഭിരുചിയും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ പുസ്തകങ്ങൾ എഴുതാനും പ്രസിദ്ധീകരിക്കാനും കഴിഞ്ഞത്. പക്ഷേ കവിത അദ്ദേഹം ഇപ്പോഴാണ് എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. അതിന് നിമിത്തമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കൊറോണ കാലഘട്ടത്തിൽ മറ്റൊന്നും ചെയ്യാൻ ഇല്ലാത്ത വന്നപ്പോൾ കവിത എഴുതാൻ അദ്ദേഹത്തിന് ഉൾവിളിയുണ്ടായി. അത് തുടങ്ങുന്നത് അമ്മയിലൂടെയാണ്, അമ്മയുടെ ഓർമ്മയിലൂടെയാണ്. എല്ലാ മനുഷ്യർക്കും അമ്മയെ ഒരു ഓർമ്മയാണ്. ഞാൻ ഓർത്തുപോയത് ഗോപിയാശൻ്റെ അമ്മ എന്ന കവിത ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഓർത്തുപോയ കവിത ONVയുടെ അമ്മയാണ്, അമ്മ എന്ന കവിതയാണ്. ONVയുടെ അമ്മ എന്ന കവിത നമ്മുടെ കലാമണ്ഡലത്തിലെ കുട്ടികൾ തന്നെ സംഗീതാവിഷ്കാരമായിട്ട് അവതരിപ്പിച്ച ഓർമ്മയിൽ നിൽക്കുകയാണ്. എന്താണ് അമ്മ എന്നുള്ളത് അപ്പോഴാണ് അല്ലേ. ഇന്നലെ ഒരു അമ്മയെയും അച്ഛനെയും കാണാൻ വേണ്ടി ഒരു സഹോദരനെ വിളിച്ചു. അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. സഹോദരി സ്വന്തം സഹോദരനെ വിളിച്ചു.
അച്ഛന് വളരെ സീരിയസ് ആണ്, എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ മകൻ സഹോദരൻ ആശുപത്രിയിൽ പഠിക്കലെത്തി. സഹോദരി ആകാംക്ഷയോട് കാത്തു നിൽക്കുകയാണ്. സഹോദരനെങ്കിലും വന്നെങ്കിൽ അച്ഛനൊരു ആശ്വാസമാവും എന്ന് വിചാരിച്ചാണ്. സഹോദരി ടീച്ചറാണ്, കാത്തു നിന്നത്. പക്ഷേ സഹോദരൻ പഠിക്കലെത്തിയിട്ട് സഹോദരിയെ കണ്ടപ്പോൾ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചോ എന്നാണ്. അപ്പോൾ സഹോദരി പറഞ്ഞു, മരിച്ചില്ല, എന്നെ കാത്തു കിടക്കുകയാണ്. മരിച്ചില്ലെങ്കിൽ ഞാൻ പോവുക എന്ന് പറഞ്ഞ് വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു പോയി. അച്ഛൻ മരിച്ചോ എന്നാണ് ചോദിക്കുന്നത് പഠിക്കുന്നത് ആശുപത്രി. മരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മകൻ തിരിച്ചു പോവുകയാണ്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പോഴാണ് അമ്മയെ ഓർക്കുകയാണ്. 4 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട അമ്മയെക്കുറിച്ച് ഓർത്ത് കവിത എഴുതാൻ ഗോപി ആശാന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും മഹത്തരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് ഒരുപാട് കവിതകൾ ഇതിലുണ്ട്. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി പെറ്റമ്മയെ സ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ഈ കവിതാ സമാഹാരം നമ്മുടെ സമൂഹം ഏറെ വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറിയാൻ കവിത എഴുതുക അല്ലെങ്കിൽ പുസ്തകം എഴുതുക എന്നൊക്കെ പറയുന്നത് പ്രത്യേകം ചില ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഞാൻ അടുത്ത ദിവസം ഡോക്ടർ ബീന എഴുതിയ പുസ്തകം പ്രകാശന കർമ്മം നിർവഹിക്കുകയുണ്ടായി. അത് നമ്മുടെ മാരായ കുമാരാശാൻ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ബുദ്ധദർശനത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു. എങ്ങനെയാണ് കുമാരനാശാനിൽ ബുദ്ധദർശനം സ്വാധീനം ചെലുത്തിയത് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ എല്ലാം പുറത്തു വരികയുണ്ടായി. അത് ചണ്ടാളവൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ ദുരവസ്ഥയെ സംബന്ധിച്ചും വീണഭൂവിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ ആ പുസ്തക സമാഹാരത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അക്ഷരവും മർവവും നിഷേധിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ആശയത്തെ തകർത്തത് എന്നതിൻ്റെ സൂചനയും ആ പുസ്തകത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഞാൻ ഇതുവരെ മനസ്സിലാക്കുന്നതിന് അന്നും പറഞ്ഞതാണ്, പഴയകാലത്ത് അക്ഷരവും മർവവും പാവപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. അക്ഷരവും മർവവും പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പാടില്ല എന്ന് പറയുകയല്ല, കടുത്ത ശിക്ഷയും കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അക്ഷരം അല്ലെങ്കിൽ വേദം ഉച്ചരിച്ചവൻ്റെ നാവരിഞ്ഞു കളഞ്ഞു, കേട്ടവൻ്റെ ചെവിയും ഉരുക്കുകയും പൊട്ടിച്ച് കളഞ്ഞത്. അതിനും അപ്പുറത്ത് കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പുസ്തകത്തിലൂടെയാണ്. ഈ ബുദ്ധദർശനം അതിനെ തകർക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അത് തർക്കത്തിൽ ഏർപ്പെടുകയും ആ തർക്കത്തിൽ പരാജയപ്പെടുന്ന ബുദ്ധ സന്യാസിമാരെ അവരെ നാവറുത്ത് നാട് കടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് തർക്കത്തിൽ തോൽക്കുന്ന ആളുകൾക്ക് കൊടുത്തിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് നാവറുത്ത് നാട് കടത്തുക. അപ്പോൾ എങ്ങനെയാണ് ഒരാശയത്തെ തകർത്തതെന്നാണ് നമ്മുടെ ഡോക്ടർ ബീന തെളിയിച്ചത്. തീർച്ചയായിട്ടും എഴുത്തുകൾ ഒരു കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്, ഒരു സമൂഹത്തിൻ്റെ വ്യവസ്ഥയെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കവിതയും അങ്ങനെ തന്നെയാണ്. ഞാനതിൽ ആധികാരികമായിട്ട് പറയാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. ഞാൻ ഇന്ന് വരെ ഒരു വരി കവിത എഴുതിയിട്ടില്ല. ഒരു വരി കവിത എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് വരെ ഡയറി എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ പോക്കറ്റ് ഡയറി എഴുതിയിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് എഴുതണം എന്ന് പറയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഇവിടെ ആലങ്കോട് ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ നമ്മുടെ ഉപേശം തന്നെ പറഞ്ഞല്ലോ. നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകരാണ്. തീർച്ചയായിട്ടും ഈ കവിത നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടൊരു കാര്യമാണ്, നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ. അത് പല രീതിയിൽ നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലോകത്ത് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മൾ ഓരോരുത്തരിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ദുരന്തം തന്നെയാണ് ലോകത്തിന് സമ്മാനിച്ചത്. ആ ദുരന്തം സമ്മാനിക്കുമ്പോഴും കോവിഡ് ചില ചിന്തകൾ മനുഷ്യരിൽ ഉണർത്തുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതാണ് ചില സാധ്യതകൾ കൂടി കോവിഡ് തുറന്നു വരുന്നുണ്ട്. ആ സാധ്യതകൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും. ആ സാധ്യതകൾ തിരിച്ചറിയാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പലതരത്തിലുള്ള സ്പർദ്ധകളും ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. മനുഷ്യൻ ഒന്നാണ് എന്ന് നമ്മൾ കോവിഡ് പഠിപ്പിക്കുകയാണ്.
സമ്പന്നനും ദരിദ്രനുമെല്ലാം കോവിഡിന് മുമ്പിൽ തുല്യരാണ്. അവിടെ ജാതിയും മതവും ഒക്കെ തന്നെ മാറുകയാണ്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും കോവിഡ് ബാധിക്കുന്നു, അവിടെ മാറ്റി നിർത്തപ്പെടുന്നില്ല. എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും കോവിഡ് ബാധിക്കുന്നു, മാറ്റി നിർത്തപ്പെടുന്നില്ല. കലാകാരനല്ലാത്ത ആളുകളോ അവർക്കും ബാധിക്കുന്നു. അപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുമില്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നായി കോവിഡ് മാറുകയാണ്. കോവിഡ് ഒരു ഭാഗത്ത് വലിയ ദുരന്തമുണ്ടാക്കുമ്പോൾ കോവിഡ് നമ്മളെ ചിലത് ചിന്തിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ കുട്ടികൾ ചില വാട്സപ്പിൽ ചില മെസ്സേജുകൾ, ഒരു സന്യാസി ആദ്യം അദ്ദേഹത്തിൻ്റെ സന്യാസി വേഷം കാണിക്കാൻ തലേക്കെട്ടും എല്ലാം കാണിച്ചു. അപ്പുറത്ത് ബിഷപ്പിൻ്റെ തൊപ്പിയും പടികളിലെല്ലാം കാണിക്കുന്നത്. അപ്പുറത്തൊരു ഇമാമുണ്ട്. ഈ 3 പേരും മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഈ ആവരണമെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ തലയൊട്ടി മാത്രം കാണിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതിലേതാണ് ബിഷപ്പ്, ഏതാണ് ഇമാം, ഏതാണ് സന്യാസി, തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത ഉണർത്തുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും ഇല്ലാതാക്കാൻ കൂടി കഴിയണം. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഗോപിയാശാൻ കഥകളി രംഗത്ത് പ്രവർത്തിച്ച അനുഭവവും ദീർഘകാലത്തെ ജീവിതാനുഭവവും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അമ്മ എന്ന കവിതാ സമാഹാരം എഴുതി നമ്മുടെ സമൂഹത്തിന് സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇനിയും എഴുതട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വലിയ പത്രപ്രവർത്തന യാത്രയിൽ പോകുന്ന പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ സ്പീക്കറുണ്ടായിരുന്നു, മുൻ മന്ത്രിമാരുണ്ടായിരുന്നു, ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അറിവുകളും എല്ലാം തുടർന്ന് എഴുതി അത് സമൂഹത്തിന് പരിചയപ്പെടാൻ അവസരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് ഞാൻ ഇനിയും എഴുതും എന്ന് പറയുമെന്നാണ് ഞങ്ങളെല്ലാം കരുതിയത്. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ ഇനി എഴുതുന്നില്ല. എന്തുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു, വായനക്കാരില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എഴുതുന്നവരുടെ എണ്ണം കൂടുകയും വായനക്കാരില്ലാതാകുകയും ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വായനക്കാരനായി മാറാൻ ശ്രമിക്കാമെന്ന് ഒന്ന് പറയട്ടെ. ആശാൻ അതാണ് അവസാനം പറഞ്ഞ് നിർത്തിയത്. ഞാൻ ഇനി എഴുതില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എഴുതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിനോട് ഞങ്ങളാരും യോജിച്ചില്ല. കാരണം നമ്മുടെ അറിവും അനുഭവങ്ങളും നമ്മുടെ കഴിവുകളും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ എഴുത്തല്ലാതെ മറ്റു മാർഗമില്ല. തീർച്ചയായിട്ടും ആശാനെ ഇനിയും ഒരുപാട് കവിതകൾ എഴുതാനും സമൂഹത്തിൽ നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിയുമാറാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആശാൻ ഇപ്പോൾ പത്മശ്രീയാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല കിട്ടിയത്. ഇവിടെ പറയാറുണ്ട് എപ്പോൾ സ്വീകരണം ഒരുപാട് അവാർഡ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഈ വേദിയിൽ നിന്നുണ്ട്. കാരണം വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തൊട്ട് ആശാനെ പരിചയമുണ്ട്. അന്ന് തൊട്ട് പരിചയം ഉൾപ്പെടാനും അതുപോലെ തന്നെ നമ്മുടെ ഈ കലാമണ്ഡലത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് വ്യത്യസ്ത അവാർഡുകൾ കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ആ അവാർഡെല്ലാം കൊടുക്കുന്ന സന്ദർഭത്തിൽ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എപ്പോഴും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് വലിയ ഉന്നത പദവികളെത്തരെ പത്മശ്രീ കിട്ടട്ടെ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തെ തേടിയെത്തി നമ്മുടെ പറച്ചിൽ കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. ഇനി ഇവിടെ വെച്ച് പറയാനുള്ളത് അദ്ദേഹത്തിന് പത്മഭൂഷൺ കൂടി ലഭിക്കട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ആശാന് എല്ലാം നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി, വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടിയാണ്, സാധാരണ ഒരു വാക്ക് പറയുന്നതല്ല, വളരെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി സംസ്ഥാനത്തെ ക്ഷേമത്തെ ത്രിതല സംവിധാനത്തിൻ്റെ എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ച് അതിനെ പ്രയോജനപ്പെടുത്തിയ, പൊതുജനം അതിൻ്റെ എല്ലാവിധത്തിലുള്ള സൗകര്യവും ആരോഗ്യദായകമായി തന്നെ പിൻപറ്റിയ AC മൊയ്തീൻ സാർ അവർകളാണ്. നമ്മുടെ കുന്നംകുളം MLA കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് അത്യാഹ്ലാദത്തോടു കൂടി
ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയനായ ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, വേദിയിലുള്ള ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉദ്ഘാടനം കഴിഞ്ഞ ഈ പുസ്തക പ്രകാശനമാണ് നടക്കേണ്ടിയിരുന്നത്. അതിനിടയ്ക്കാണ് മുഖ്യാതിഥി എന്ന പേരിൽ എന്നെ വിളിച്ചത്. പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമാണ്. കോവിഡ് പ്രോട്ടോക്കോളല്ല, ഈ ഭരണരംഗത്തുള്ള പ്രോട്ടോക്കോൾ കലാമണ്ഡലത്തിൽ വരുമ്പോൾ നാരായണ മാഷിക്കൊക്കെ ഇങ്ങനൊരു നോട്ടീസ് ആയില്ലെങ്കിൽ പെശകായില്ലോ എന്ന തോന്നലുണ്ടാവും. അപ്പോൾ അത് പാലിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ആ പ്രകാശനത്തിന് മുമ്പ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാനൊരു വിശദമായ സംസാരത്തിനൊന്നും മുതിരുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ ലീലാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുസ്തകത്തിനെ കുറിച്ച് നല്ലപോലെ സംസാരിക്കുന്നതാണ് വിചാരിക്കുന്നത്. പ്രകാശനം ചെയ്യാത്തത് കൊണ്ട് ഞാൻ ആശാൻ്റെ കവിത വായിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ കവിത ഞാൻ വായിച്ചു. കോവിഡിന് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവ് സൈഡ്. ആശാൻ കവിത എഴുതിയത് മാത്രമല്ല, നിരവധി പോസിറ്റീവ് സൈഡുണ്ട്. ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദന വർധനവിന് കാരണം കോവിഡ് ഉണ്ടാക്കിയ നമുക്കുള്ള സമയങ്ങളും മറ്റു കാര്യങ്ങളുണ്ടല്ലോ. ആശാൻ അതിനേക്കാളൊക്കെ അപ്പുറത്ത് സർഗവാസനയുള്ള ഒരാൾ. കോവിഡിൻ്റെ പോസിറ്റീവ് സൈഡായി ആശാൻ്റെ കവിതകൾ കൂടി കേരളത്തിന് സമ്മാനിക്കാനായി എന്നുള്ളതിൽ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനമുണ്ട്. അതിൻ്റെ പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ അതിനെ കാണുക. ഇവിടെ ഇതിന് ശേഷം ശ്രീ ലീലാകൃഷ്ണൻ ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ വായിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. DC-യുടെ കയ്യിൽ നിന്ന് ആ പുസ്തകം ആശാനെ കാശ് കൊടുത്ത് തന്നെ മേടിച്ച് വായിച്ചോളാം കവിത. കാരണം ഞങ്ങൾക്ക് MLA-മാർക്ക് പുസ്തകം വാങ്ങിക്കാൻ അദ്ദേഹം സ്പീക്കറായിരിക്കുന്ന കാലത്ത് കാശ് തന്നുണ്ട്. MLA-മാർക്ക് ഒരു നിശ്ചിത സംഖ്യ പുസ്തകം വാങ്ങിക്കാൻ ഉണ്ട്. 15,000 രൂപ ഒരു വർഷത്തിൽ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. ആ മുഴുവൻ പുസ്തകം DC-ന്ന് വാങ്ങിക്കില്ല, ഞങ്ങൾ പലയിടത്തുമായിട്ടും വാങ്ങിക്കാറുണ്ട്. പക്ഷേ ആശാൻ്റെ കവിത നിശ്ചയമായും അതിൻ്റെ വില എന്തായാലും കൊടുത്ത് വായിക്കും. സൗജന്യം തരണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് എൻ്റെ വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതാണല്ലോ ശരി. അതുകൊണ്ട് ആശാൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം അതാണ്. ആശാനോടുള്ള സ്നേഹവും ബഹുമാനവും മാത്രമാണ്. ആ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കഥകളി വേഷങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിലും അദ്ദേഹത്തിലെ നടനല്ലാത്ത പച്ചയായ മനുഷ്യനെ അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശുണ്ഠി കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അവസരം ഞാൻ ഉണ്ടാക്കാതിരുന്നുകൊണ്ടാവാം. അപ്പോൾ ആശാൻ്റെ ശുണ്ഠി കാണാൻ, ആ പ്രകടനം, ആ മുഖത്ത് വിരിയുന്ന ഭാവം കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്, കഥകളി ലോകത്തെക്കുറിച്ചുള്ള ഒരാൾക്ക് ഉണ്ടാകേണ്ട അറിവിനപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും അദ്ദേഹം സൂക്ഷ്മതയോടുകൂടി ഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ആ അനുഭവങ്ങൾ 80 കഴിഞ്ഞല്ലോ അദ്ദേഹത്തിന്. ആ കാലത്താണ് അദ്ദേഹം ചെറുപ്പക്കാരനായ കവിയായിട്ട് വരുന്നത്. യുവതലമുറയിലെ കവി എന്ന് പറയാം. ആ കവിതയ്ക്ക് ഞാൻ ആലങ്കോടിനോട് പറയായിരുന്നു, നല്ല പ്രാസവും വൃത്തവുമുള്ള വരികൾ ഇവിടെ ബാനർജി, അതൊരു പഴയതിൻ്റെ ലക്ഷണമാണ്. ഇപ്പം നമുക്ക് കവിത എഴുതാൻ അതൊന്നും വേണ്ടല്ലോ. ഞാനതിൻ്റെ കവിതയെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് ശ്രീ ലീലാകൃഷ്ണനാണെന്ന് എനിക്കറിയാം. പക്ഷേ കവിതയുടെ രൂപത്തിൽ ഭാവത്തിലൊക്കെ മാറ്റം വന്നില്ലല്ലോ. കവിത ചൊല്ലേണ്ടതാണ്, ചൊൽക്കാഴ്ച വന്നു. ഇതൊക്കെ കേരളത്തിൽ തരംഗങ്ങളായി മാറിയതാണ്. ആശാൻ്റെ ഈ കവിതകൾ എങ്ങനെയാണ് ജനഹൃദയങ്ങളിലെത്തുക എന്നെനിക്കിപ്പോൾ പറയാനാവില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, 80 8 പതിറ്റാണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഓർമ്മകളും അദ്ദേഹത്തെ ഒരു കവിയാക്കി. അദ്ദേഹത്തിൻ്റെ കഥകളി രംഗത്തെ അഭിനയ പ്രതിഭ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമാ രംഗത്തെ അഭിനയ ചാതുരി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖം കൂടി കലാമണ്ഡലം ഗോപിയുടെ നമ്മൾ കാണുന്നു. ആശാനും
എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മുഖ്യ പ്രഭാഷണത്തിനും വേണ്ടി കലാമണ്ഡലം ഭരണസമിതി അംഗവും പ്രശസ്ത സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ എൻ.ആർ. ഗ്രാമപ്രകാശ് സാറിനെ സ്നേഹാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയർ, മുഖ്യ പ്രഭാഷണം പുസ്തക പ്രകാശനത്തിന് ശേഷം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ആഗ്രഹത്തോടും താല്പര്യത്തോടും കാത്തിരിക്കുന്നത് പുസ്തക പ്രകാശനത്തിനാണ്. എനിക്ക് ചില കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. കാരണം എന്നെ വളരെ വാത്സല്യത്തോടും ഇഷ്ടത്തോടും കൂടി ഈ പരിപാടിയിൽ ഈ ചുമതല ഏൽപ്പിച്ചത് ഗോപിയാശാനാണ്. അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. പക്ഷേ പുസ്തക പ്രകാശനം എന്ന ചടങ്ങ് ആദ്യം നടക്കട്ടെ. ഗോപിയാശാൻ്റെ ഏറ്റവും വലിയ ഇഷ്ടവേഷം എന്ന് പറയുന്നത് നളചരിതത്തിൽ നളനും ബാഹുബനും ഒക്കെയാണ്. ഈ നളചരിതത്തെക്കുറിച്ച് മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായിരുന്ന, മലയാളത്തിൻ്റെ ഭാഷയും വ്യാകരണവും ഒക്കെ നിശ്ചയിച്ച AR രാജരാജവർമ്മ തമ്പുരാൻ ഒരു പ്രയോഗം നടത്തുകയുണ്ടായി. നളചരിതത്തിൻ്റെ പ്രസിദ്ധീകരണം പഴയ കാലത്ത് നടത്തിയപ്പോഴാണ് ആ പ്രയോഗമുണ്ടായത്. നളചരിതത്തെ അദ്ദേഹം കാന്താര താരകം എന്നാണ് വിശേഷിപ്പിച്ചത്. കാന്താര താരകം എന്ന് പറയുന്നത് ഇരുട്ടിലെ നക്ഷത്രമാണ്. അറിയാതെ, മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ വനത്തിൽ പ്രകാശിച്ചു കൊണ്ടിരുന്ന ഒരു നക്ഷത്രം. അത്തരമൊരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഗോപിയാശാൻ്റെ ഈ കാവ്യപ്രയോഗ ചാതുര്യയെക്കുറിച്ച് ലോകം മനസ്സിലാക്കുന്നത്. ഞാൻ തന്നെ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. പല ആശാന്മാരും അദ്ദേഹത്തിന് സുഹൃത്തുക്കളും പറയേണ്ടായി വാട്സപ്പിലൂടെ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. പിന്നെ മുഖ്യമന്ത്രി പിണറായിയെക്കുറിച്ചുള്ള കവിത പത്രത്തിൽ വന്നു, മാതൃഭൂമിയിൽ ഒരു കവിത വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഗോപിയാശാൻ ഇത്തരത്തിൽ ഒരു സിദ്ധി കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കിയത്. വളരെ സന്തോഷം തോന്നി. കാരണം അദ്ദേഹം കവിതയുടെ ലോകത്താണ് എല്ലാ കാലത്തും. കാരണം മലയാളത്തിലെ ഏറ്റവും വലിയ കാവ്യപ്രയോഗങ്ങളുള്ള കഥകളിയുടെ സാഹിത്യം നിത്യേന കേട്ടുകൊണ്ട് അരങ്ങി നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായും, സർഗസിദ്ധിയുള്ള ഒരാൾ സ്വാഭാവികമായും കവിയായിത്തീരും. അതിൻ്റെ സ്വാഭാവികമായ ഒരു അന്ത്യമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. സംസ്കൃതത്തിൽ ഒരു പ്രയോഗമുണ്ട്, നാടകാന്തം കവിത്വം എന്നാണ് പ്രയോഗത്തിൻ്റെ ആ പ്രയോഗം. നാടകാന്തം കവിത്വം എന്നുള്ളതിന് പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ അന്തം എന്നതിന് അവസാനം എന്നും അർത്ഥമുണ്ട്, ചന്തം എന്നും അർത്ഥമുണ്ട്. ഈ രണ്ട് വാക്കുകൾ വെച്ചുകൊണ്ട് നാടകാന്തം കവിത്വം എന്ന് പറയുന്ന പ്രയോഗത്തിന് വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. നാടകത്തിൽ പ്രയോഗം നടത്തി വലിയ കവിയായി തീർന്ന കാളിദാസനെ കുറിച്ചാണ് പ്രയോഗം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ശാകുന്തളവും അഭിജ്ഞാന ശാകുന്തളവും വിക്രമോർവശീയവും മാളവികാഗ്നിമിത്രവും ഒക്കെ എഴുതി തഴക്കവും പഴക്കവും വന്നതിന് ശേഷമാണ് കാളിദാസൻ അതിപ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ മേഘസന്ദേശം എഴുതിയത് എന്ന് പറയുന്നു. അതിനെ ആസ്പദമാക്കിയാണ് ഈ നാടകാന്തം കവിത്വം എന്ന പ്രയോഗമുണ്ടായത് എന്ന് പറയുന്നു. ഇപ്പുറത്ത് അന്തം എന്ന് പറയുന്ന ചന്തം എന്നർത്ഥം കൊടുത്തുകൊണ്ട് നാടകീയമായ അവതരണമാണ്. ഒരു കാവ്യത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് മലയാളത്തിൽ അവതരിപ്പിച്ചത് മുണ്ടശ്ശേരി മാസ്റ്ററാണ്. വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും കാവ്യങ്ങൾ എടുത്തുകൊണ്ട് ആ കാവ്യങ്ങളിൽ കാണുന്ന മനോഹരമായ നാടകീയമായ ആവിഷ്കാരങ്ങളുടെ സൗന്ദര്യ സന്ദർഭത്തെ എടുത്തുയർത്തിക്കൊണ്ട് മുണ്ടശ്ശേരി മാസ്റ്റർ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുകയുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗോപിയാശാന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത്, ഈ നാട്യത്തിൽ നിന്ന്
അപ്പം നാടകം തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ നളചരിതം. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു എളിയ ആഗ്രഹം പറയണം, ആഗ്രഹിക്കുക യാതൊരു പ്രയാസവുമില്ലാത്തൊരു ആഗ്രഹമാണ്, നടക്കണം എന്നുള്ളതുകൊണ്ടല്ല. കലാമണ്ഡലം ഗോപിയാശാനെ ഞാൻ ഇന്നത്തെ ഗോപിയാശാൻ കൂടെ കേൾക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പറയുന്നു. ഇന്നത്തെ പത്രത്തിൽ കേരള കലാമണ്ഡലത്തിൽ ചാൻസലറെ നിയമിക്കണം എന്നൊരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. ഞങ്ങൾ ഭരണസമിതിയിൽ ഒരു തീരുമാനമാണ്, രഹസ്യമായൊരു കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി നിയമിക്കാനുള്ള എല്ലാ അർഹതയുമുള്ള ഒരു വ്യക്തിത്വമാണ് കലാമണ്ഡലം ഗോപി. ഇതെങ്ങനെയാണെന്ന് അത്ഭുതപ്പെടുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ പലരും എങ്ങനെയാണ് ഒരു അക്കാഡമിക് കല, അദ്ദേഹം അക്കാഡമിക്കാണ്, ഈ കലയുടെ കാര്യത്തിൽ അദ്ദേഹം അക്കാഡമിക്കാണ്, ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. DMD യൂണിവേഴ്സിറ്റിയുടെ നിയമം അനുസരിച്ച് യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, മാതാ അമൃതാനന്ദമയുടെ പേരിലുള്ള ഒരു DMD യൂണിവേഴ്സിറ്റി ഇല്ലേ, ആ വിദ്യാപീഠത്തിന്റെ, അമൃത വിദ്യാപീഠത്തിന്റെ പിന്നെ ചാൻസലറാണ് അമൃതാനന്ദമയാണ്. DMD യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങനെ യാതൊരു നിയമവുമില്ല. മാത്രമല്ല അത് പുതിയ നിയമം നടത്താൻ സാധ്യമായ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഇവിടെയുള്ള മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, VC ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു ആലോചിച്ച കാര്യം ഇവരുടെ മുൻപാകെ വെക്കുകയാണ്. കാരണം വൈസ് ചാൻസലർ നിയമിക്കാനും ബിരുദ ചടങ്ങുകളിൽ പങ്കെടുക്കാനുമുള്ള അധികാരം മാത്രമേ യഥാർത്ഥത്തിൽ DMD യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കുള്ളൂ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ കലാമണ്ഡലത്തിൻ്റെ പ്രശസ്തി, കാരണം എത്ര കൊടുത്താലും ഗോപിയാശാന് ഈ സ്ഥാപനത്തിന് എത്ര കൊടുത്താലും നന്ദി പറയാൻ സാധിക്കാതെ അത്രമാത്രം ഈ സ്ഥാപനത്തെ, ഈ കലയെ ലോകത്തിൻ്റെ നാനാ ശിഖരങ്ങളിലേക്ക് എത്തിച്ചൊരു കലാകാരനെ നമുക്ക് മറ്റെന്ത് രീതിയിലാണ് ബഹുമാനിക്കാൻ സാധിക്കുക? ആ പിന്നെ മസ്തകത്തിൽ അത്തരമൊരു പിന്നെ കിരീടം കൂടെ വെക്കാൻ നമുക്ക് ഇടയായെങ്കിൽ ആ ഭാഗ്യനിമിഷം ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. കലാമണ്ഡലം ഗോപിയാശാൻ്റെ കാവ്യചാതുരിയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ സ്നേഹാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ സേവ്യർ ചിത്രപ്പള്ളി, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സർവാദരണീയനായ എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ മന്ത്രിയാണ്, അതുപോലെ സഖാവ് മൊയ്തീൻ ക, എനിക്ക് ഗുരുസ്ഥാനീയനും ജ്യേഷ്ഠനും എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയാത്ത വിധം എൻ്റെ എല്ലാമായ ഒരു വഴികാട്ടിയായ ഗോപിയാശാൻ, ഗോപേട്ടൻ എന്നാണ് വിളിക്കുകയെങ്കിലും ഗോപിയാശാൻ, കലാധരൻ, NR രാമപ്രകാശ്, മുരളി, നമ്പൂതിരി സാർ, ഷെയ്ഖ് അടക്കം ശ്രീകുമാർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു അധിക പ്രസംഗത്തിന് ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. കാരണം ഇതൊരു അന്തരീക്ഷമാണ്, ഒരു സംസ്കാരത്തിൻ്റെ അന്തരീക്ഷമാണ്. COVID-19 കാലത്ത് ഇങ്ങനെയൊക്കെ ഒത്തുചേരാനുള്ള അവസരങ്ങൾ കുറവേ ഉള്ളൂ. കലാമണ്ഡലം ഗോപിയാശാൻ നമ്മുടെ കഥകളിയെ വിശ്വകലാക്ഷേത്രത്തിൻ്റെ നക്ഷത്രവേദികളിൽ ചൊല്ലിയാടിച്ച ലോക കലാഗുരുക്കന്മാരിൽ ഒരാളാണ്, കലാഗുരുവാണ്. അദ്ദേഹം കവിയാകുന്നതിൽ അത്ഭുതമില്ല, അദ്ദേഹം കവി തന്നെയാണ്, അദ്ദേഹം തന്നെ ഒരു കവിതയാണ്. ഇത്രയേറെ മഹാകാവ്യങ്ങൾ സ്വന്തം ശരീരം കൊണ്ട് എത്രയെത്രയോ വേദികളിൽ എഴുതിയ ഒരു കവിത നിങ്ങൾക്ക് പരിചയമുണ്ട്. അദ്ദേഹം ഏതൊക്കെ കാവ്യങ്ങൾ സ്വന്തം ശരീരം കൊണ്ട് എഴുതി. നളചരിതം അദ്ദേഹം എത്ര രീതിയിൽ എഴുതി. കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകൾ അദ്ദേഹം എത്ര രീതിയിൽ എഴുതി. മാലി മാധവൻ നായരുടെ കർണശപഥം വരെ എത്രയോ വിശിഷ്ട ആട്ടക്കഥകൾ സ്വശരീരം കൊണ്ട് എഴുതിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു സമ്പൂർണ്ണ കാവ്യജന്മമാണ്. ഇദ്ദേഹം എഴുതിയ കവിത എന്നോ എഴുതാമായിരുന്നതാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ടാവും, ചെറുപ്പത്തിൽ എഴുതിയിട്ടുണ്ടാവും. പലതും പറയുന്നതിനേക്കാൾ കൂടുതൽ അത് അമ്മയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എല്ലാ വിശ്വമഹാകവികളും അമ്മയെക്കുറിച്ച് ഉന്നതങ്ങളായ കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ 4 വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട കുട്ടി അമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വളർത്തിയതാണ്. പട്ടിണിക്കാലത്ത്, ദാരിദ്ര്യം അനുഭവിച്ച് വളർന്ന കാലത്ത് കൊയ്യാനും മറ്റും പോയി കിട്ടിയ നെല്ലും കൊണ്ടുവന്ന് വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ വരുമ്പോൾ അമ്മിഞ്ഞയ്ക്ക് വേണ്ടി കൈനീട്ടി എഴുന്നേൽക്കുന്ന കുഞ്ഞിനെ മാറോട് ചേർത്ത് എൻ്റെ അമ്മ കരയും എന്നാണ് എഴുതി. എന്തിനാണ് അമ്മ കരയുന്നത് എന്ന് നമ്മൾ പണ്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അച്ഛനോളം വലുതാകണം, അല്ലേ? അതിനല്ല അമ്മ കരഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ പോറ്റാൻ ശേഷിയില്ലാത്ത, അത്രമേൽ കഷ്ടപ്പെടുന്ന ഒരു മാതാവ്, 4ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ ആ അമ്മയാണ് ഇതൊക്കെ എഴുതിക്കുന്നത്.
ആ അമ്മയെക്കുറിച്ച് എഴുതിയാൽ തീരില്ല. അമ്മയോടുള്ള കടം ജീവിതത്തിൽ വീട്ടി തീരുകയില്ല. ലോകത്ത് ഒരു സന്യാസി മാത്രമാണ്, അത് മലയാളി ആയതുകൊണ്ടാണ് ആ അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വന്നത്. മറ്റ് സന്യാസിമാർക്കൊന്നും പൂർവാശ്രമമില്ല. സന്യാസിയായാൽ അമ്മയില്ല, അച്ഛനില്ല, പൂർവാശ്രമങ്ങളൊന്നുമില്ല. പക്ഷേ മലയാളിയായ ഒരു സന്യാസി അമ്മയുടെ സവിധത്തിൽ വരിക മാത്രമല്ല, അമ്മയ്ക്കായി 5 ശ്ലോകങ്ങൾ എഴുതി. മാതൃപഞ്ചകം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിലെ ഒരു ശ്ലോകം സത്യത്തിൽ ഈ ഗോപിയേട്ടൻ്റെ കവിത വായിച്ചപ്പോൾ അറിയാതെ ശങ്കരാചാര്യസ്വാമികളുടെ മാതൃപഞ്ചകം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച്ച സംവത്സരി ഏകസ്യാപിന ഗർഭഭാര ഭരണക്ലേശസ്യ യസ്യ ക്ഷമോ ധാതും നിഷ്കൃതിം ഉന്നതോപി തനയതസ്യൈ ജനന്യൈ നമ. എന്നെ ഗർഭപാത്രത്തിൽ ഊറിയ നിമിഷം മുതൽ അവിടുന്ന് കഷ്ടപ്പെട്ടില്ലേ? 10 മാസം എന്നെ ചുമന്നുകൊണ്ട് നടന്നില്ലേ? നൈരുച്യം രുചിയില്ലാതെ തനുശോഷണം ശരീരം ശോഷിച്ച് കഷ്ടപ്പെട്ടില്ലേ? പ്രസവിക്കുമ്പോൾ ആയിരക്കണക്കായ ശൂലങ്ങൾ തറച്ചു കയറുന്ന വേദന അവിടുന്ന് അനുഭവിച്ചില്ലേ? ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ മലമൂത്രങ്ങൾ നിറഞ്ഞ ശയ്യയിൽ പോലും അവിടുന്ന് കിടന്നില്ലേ? തസ്യൈ ജനന്യേ നമ. ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു. 4 വയസ്സിൽ എന്നെ പിരിഞ്ഞുപോയ ഒരു തുള്ളി അമ്മിഞ്ഞപ്പാലിന് കൈനീട്ടുമ്പോൾ വാരിയെടുത്ത് കരഞ്ഞ ആ അമ്മയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതൊരു വേദന മാത്രമല്ല, അതൊരു ശക്തിയാണ്. ഇതിലുടനീളമുണ്ട്. ഞാൻ പലപ്പോഴും ഗോപിയാശാൻ അമ്മയുടെ ദുഃഖം അല്ലെങ്കിൽ അമ്മയെ ഓർത്തുള്ള ദുഃഖം അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ളത് അമ്മ ഇല്ലാഞ്ഞിട്ടല്ല, അമ്മ ആരെന്നറിയില്ല. കർണശബദത്തിൽ മാലി മാധവങ്ങാരുടെ കൃതിയാണ്, താരതമ്യേന പുതിയ കൃതിയാണ്. അതിൽ ഗംഗാതീരത്ത് ഞാൻ പലതവണ കണ്ടിട്ടുള്ള ഒരു വേഷം ആ കർണനാണ്. ഗംഗാതീരത്ത് അദ്ദേഹം ഗംഗയെ കാണുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ കലാധരനൊക്കെ നല്ലപോലെ അറിയാം. കണ്ണുകൾ കൊണ്ട് ഗംഗാനദി സൃഷ്ടിക്കും. കുന്തിയെ കാണുന്നതിന് മുമ്പാണ്. കുന്തിയാണ് അമ്മ എന്നറിയില്ല. രാധ വളർത്തിയ മകനാണ്. അവിടെ നമ്മുടെ വടക്കാഞ്ചേരിക്കാരൻ കലാമണ്ഡലം ഹൈദരാലി മാത്രമല്ല, അന്ന് പെൺമണി ഹരിദാസ് ഒക്കെ പാടി പ്രശസ്തമാക്കിയ പദമുണ്ടല്ലോ, എന്തിഹ മന്മാനസേ സന്ദേഹം വളരുന്നു, എന്തിഹ മന്മാനസേ സന്ദേഹം വളരുന്നു, അംഗേശനാകു മീ ഞാൻ എങ്ങ് പിറന്നവനോ. അത് കലാമണ്ഡലം ഹൈദരാലിയൊക്കെ പാടുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ കണ്ണുനീരണിഞ്ഞ് ഞാൻ ആരാണ്? മാതാവ് രാധ തന്നെയാണോ? എൻ്റെ വംശപരമ്പരകൾ എവിടെയാണ്? കാണുമോ ഞാൻ അവരെ? എൻ്റെ അമ്മയെ ഞാൻ കാണുമോ? എൻ്റെ അമ്മയെ ഞാൻ തിരിച്ചറിയുമോ? എത്രയോ വേദികളിൽ ആടി അനേക ജനതയെ ആത്മാവിൽ കണ്ണുനീരണിയിച്ച ഒരു ആചാര്യന് അമ്മയെക്കുറിച്ച് എഴുതാൻ വേറെന്തിനാണ് ഭാഷ? ആ ഭാഷ തന്നെ വരും, അത് എഴുതി പോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതം അദ്ദേഹത്തിൻ്റെ കലാജീവിതമാണ്. ഇതിൽ പ്രണയിനി പരിണയം എന്നൊരു കാവ്യമുണ്ട്. പ്രണയിനി പരിണയം വാസ്തവത്തിൽ രുക്മിണി സ്വയംവരമാണ്. രുക്മിണി സ്വയംവരം എന്ന ആട്ടക്കഥയുടെ സത്ത ഏറ്റവും കുറുകിയ വാക്കുകളിൽ, ഏറ്റവും ലളിതമായ ആഖ്യാനത്തിൽ അതീവ ഹൃദ്യമായി എഴുതപ്പെട്ട ഒരു കാവ്യമാണ് പ്രണയിനി പരിണയം. ഞാൻ കലാധരനോട് ചോദിക്കുകയായിരുന്നു, ഞാൻ ഗോപിയാശാൻ രുക്മിണി സ്വയംവരം ആടിയത് കണ്ടിട്ടില്ല, സുന്ദരബ്രാഹ്മണ വേഷമായിരിക്കാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ കലാധരൻ പറഞ്ഞു അദ്ദേഹം സുന്ദരബ്രാഹ്മണൻ്റെ വേഷം ആടിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സുന്ദരബ്രാഹ്മണൻ ആടിയ ഒരാൾക്ക് രുക്മിണി സ്വയംവരം പ്രണയിനി പരിണയമായി എഴുതാൻ വേറെ ഒരു പരിശീലനം ആവശ്യമില്ല. ഇന്ത്യയിലെ മഹത്തായ കാവ്യങ്ങളാണ്, മലയാളത്തിലെന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യയിലെ തന്നെ മഹത്തായ കാവ്യങ്ങളാണ് അദ്ദേഹം ആടിയത്. ആ ആടിയ അനുഭവം, അദ്ദേഹം അഭിനയിച്ച മനോധർമ്മങ്ങൾ കവികൾ പോലും സങ്കല്പിക്കാത്ത, ഉണ്ണായി വാര്യർ സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത അനേകം മനോധർമ്മങ്ങൾ അദ്ദേഹം നടനായി ആടിയിട്ട് ഫലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വായിച്ചിട്ടുണ്ട് ആസ്വാദകർ. അത് അക്ഷരത്തിലാക്കിയത് ഇപ്പോഴാണെന്ന് മാത്രം. അക്ഷരത്തിലാക്കാൻ ഗുരു കടാക്ഷം കലശലായിട്ട് അദ്ദേഹത്തിനുണ്ടായി. കലശലായിട്ടെന്നാണ് പറയുന്നത്. കാരണം ഇത്ര ശയ്യാഗുണമുള്ള ഭാഷയിൽ, നല്ല വൃത്തത്തിൽ, അനുഷ്ടുപ്പിൽ, കേകയിൽ, തരംഗിണിയിൽ, ശ്രദ്ധരയിൽ, ശാർദൂല വിക്രീഡിതത്തിലൊക്കെ നല്ല വൃത്ത
ഭംഗിയും താളഭംഗിയും അലങ്കാര ഭംഗിയും ശബ്ദസൗന്ദര്യവും ദീക്ഷിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ കവിതയിലുടനീളം നല്ല ഭാഷാവൃത്തങ്ങൾ, നല്ല സംസ്കൃത വൃത്തങ്ങൾ. ഇത്ര കൃതഹസ്ഥനായ ഒരു കവിയാണെന്ന് ഇതിപ്പോൾ കലാമണ്ഡലം ഗോപി എന്ന് മാറ്റി വേറൊരു പേര് വെച്ച് നോക്കിയാൽ ഇതൊരു ഒന്നാന്തര കാവ്യമായിട്ട് കലാമണ്ഡലം ഗോപി എഴുതിയതായതുകൊണ്ട് ചിലപ്പോൾ റിസർവേഷൻ കാറ്റഗറിയിൽ പെടുത്തി കളയാണ്. ഒരു കഥകളി നടൻ എഴുതിയ കവിത അല്ല, ഇതൊരു ഒന്നാന്തരം കവി എഴുതിയ കാവ്യപുസ്തകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അല്ലാതെ കഥകളി നടൻ എഴുതിയ കാവ്യപുസ്തകം എന്ന റിസർവേഷൻ കാറ്റഗറിയിലല്ല ഈ പുസ്തകത്തെ പെടുത്തേണ്ടത്. മലയാളത്തിലെ കിടയറ്റ കാവ്യങ്ങളിൽ ഒന്നായി അമ്മ എന്ന ഈ പുസ്തകം മലയാളത്തിലുണ്ടാകും. പിന്നെയുണ്ട് അതിൽ ഒരുപാട് കവിതകളുണ്ട്. ഞാൻ കവിതകളൊന്നും വിസ്തരിക്കുന്നില്ല. അതിൽ ചില സ്ഥലത്തുണ്ട് ക്രൂരനാം കൊറോണയോ തേർവാഴ്ച നടത്തുന്നു. ഇപ്പോഴത്തെ കാലമുണ്ട് ക്രൂരനാം കൊറോണയോ തേർവാഴ്ച നടത്തി. തേർവാഴ്ച എന്നുള്ള പ്രയോഗമൊക്കെ കൊറോണയ്ക്ക് മേൽ കൊണ്ടുവരണമെങ്കിൽ ധാരാളം കാവ്യഭാഷാ പരിചയങ്ങൾ വേണം. മറ്റൊരിടത്ത് പറയുന്നുണ്ട് കൊറോണയെ തോൽപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് ശക്തരാം നമ്മൾ ഒരുമിച്ച് നിൽക്കുകയേ വേണ്ടൂ. ഈ കൊറോണ തോൽപ്പിക്കാൻ വേറൊന്നും വേണ്ട. ഇങ്ങനെ ഈ കാലത്ത് COVID-19 വരെ അദ്ദേഹത്തിൻ്റെ അതിമനോഹരങ്ങളായ പ്രണയ കവിതകൾ, വേറെ ഭാഷയിലാണെങ്കിലും പ്രണയമുണ്ടതിൽ. 85-ാമത്തെ വയസ്സിലും യുവാവാണ് ഗോപിയേട്ടൻ. ഞാൻ 4 പതിറ്റാണ്ടിലേറെ ബന്ധമുള്ളതാണ് ഞങ്ങളുടെ ബന്ധുത്വം. ആ ബന്ധുത്വം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ കഥാപ്രസംഗകനായും അദ്ദേഹം കഥകളിക്കാരനായും വള്ളുവനാട്ടിലെ എത്രയോ ഉത്സവ പറമ്പുകളിൽ ഞാൻ ഇപ്പോൾ നമസ്കരിച്ചതുപോലെ അന്നും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചിട്ടുണ്ട്, ഇപ്പോഴും നമസ്കരിക്കുന്നു. 4 പതിറ്റാണ്ട് മുമ്പ് മാതൃഭൂമി സബ്ജക്ട് സപ്ലിമെന്റിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുന്ന അറിയില്ല. ഭാവധ്യാനത്തിൻ്റെ അപൂർവ സിദ്ധി എന്ന പേരിൽ. അതിൽ ആദ്യത്തെ വാചകം കഥകളിയിലെ പച്ച കത്തി ആദ്യവസാന വേഷങ്ങൾ ചൊല്ലിയാടുന്ന അതിപ്രഗത്ഭനായ യുവനടനാണ് കലാമണ്ഡലം ഗോപി. യുവനടനാണെന്നാണ് എഴുതിയത്. 85-ാം വയസ്സിലും യുവ പ്രതിഭയാണ് കലാമണ്ഡലം ഗോപി എന്ന തളരാത്ത സർഗപ്രതിഭ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ഇത്ര മനോഹരങ്ങളായ ഒരുപാട് കവിതകളുണ്ട്. അതിൽ നമ്മുടെ പൊന്നോണ ഓണത്തെക്കുറിച്ചുള്ള കവിതകളുണ്ട്, ഗ്രാമത്തെക്കുറിച്ചുള്ള കവിതകളുണ്ട്, കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള കവിതകളുണ്ട്, അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള കവിതകളുണ്ട്. പത്മനാഭൻ നായരാശാനും രാമൻകുട്ടി നായരാശാനും കലാമണ്ഡലം കൃഷ്ണൻ നായരാശാനും അടക്കമുള്ള ആശാന്മാർക്ക് സമർപ്പിച്ച ഗുരുപ്രണാമങ്ങളുണ്ട്. ഇന്ന് പട്ടിക്കാൻതൊടിയുടെ സ്മരണയാണ്, ഗുരുസ്മരണാ ദിനമാണ്. പട്ടിക്കാൻതൊടി രാമുണ്ണി മേനോൻ എന്ന അതുല്യനായ കലാകാരൻ കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയെ ലോകപ്രശസ്തമാക്കുന്നതിന് കാരണമായ ഒരു മഹാകാവ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കൂത്തമ്പലൊരു കവിതയാണ്. പുഴവെള്ളം വാൽക്കണ്ണാടിയാക്കി കൈരളി ചുട്ടിക്കുത്താൻ കിടക്കുന്ന ഒരു കവിതയുടെ പേരാണ് കേരള കലാമണ്ഡലം എന്ന്. അത് സ്ഥാപിച്ച ഒരു മഹാകവിയുണ്ട്, വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോളിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. വള്ളത്തോൾ നാരായണ മേനോൻ മഹാകവി, കഥകളിയുടെ മർമ്മം കണ്ട കലാമർമ്മജ്ഞൻ. മുഖത്ത് തേച്ചു നോക്കി ഭംഗി ബോധിച്ചാൽ മാത്രമേ ഏതൊരാളെയും അക്കാലത്ത് കളരിയിലെടുക്കൂ. കലാമണ്ഡലം ഗോപി എന്ന പഴയ ഗോവിന്ദൻ, പഴയ കോതച്ചിറ ഗോവിന്ദൻ വന്നപ്പോൾ ഇവനെ തേച്ചു നോക്കണ്ട, എടുത്തോളൂ എന്ന് പറഞ്ഞു. മുഖത്ത് തേച്ചു നോക്കാതെ എടുത്ത ആദ്യത്തെ കുട്ടിയാണ്. അതിനു മുമ്പ് ഈ കുട്ടി നടന്ന വഴികൾ വളരെ വലുതാണ്. നീലകണ്ഠൻ നമ്പീശൻ ആശാന്റെ ജ്യേഷ്ഠൻ ഒരു തുള്ളൽക്കാരൻ നമ്പീശൻ ഉണ്ടായിരുന്നു. തുള്ളൽക്കാരൻ നമ്പീശന്റെ തുള്ളൽപ്പെട്ടികളെ തലയിലേറ്റി കലാമണ്ഡലം ഗോപിയായി തീർന്ന കോതച്ചിറ ഗോവിന്ദൻ എന്ന കുട്ടി നടക്കാൻ തുടങ്ങിയത് 6-ാമത്തെയോ വയസ്സിലാണ്. ടാഗോറിൻ്റെ 4 വരിയിൽ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ടാഗോർ എഴുതിയിട്ടുണ്ട് ഗോപിയാശാനെ കുറിച്ചാണ്. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ, എന്നറിവു ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ ഹാ വിഫലം ആയിപ്പോയില്ലെന്നറിവു ഞാൻ. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം. ഒന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ, എന്നറിവു
ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ വിഫലമായി പോയില്ല എന്നറിവൂ ഞാൻ. 84 വയസ്സുവരെ ഗോപിയാശാൻ ചെയ്തതൊന്നും അപൂർണമല്ല, ഒന്നും വൃഥാവിലായിട്ടില്ല, ഒന്നും വെറുതെ ആവില്ല. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പരിപൂർണ കലാകാരനായ ഈ മഹാചാര്യൻ്റെ കൽക്കൽ ഹൃദയം കൊണ്ട് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം ഞാൻ ഹൃദയപൂർവ്വം പ്രകാശിപ്പിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. അടുത്തത് അമ്മ എന്ന കവിതാ സമാഹാരം സഹൃദയ സമക്ഷം എത്തിക്കുന്നതിലേക്ക്, ഈ പ്രകാശനത്തിലേക്ക് എത്തിക്കുന്നതിലേക്ക് മുൻകൈയെടുത്ത ആശാകിരീടം 2021 സംഘാംഗങ്ങൾക്ക് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ നൽകുന്ന സ്നേഹോപഹാര സമർപ്പണമാണ്. ടീച്ചറെയാണ് അടുത്തത് സമാദരിക്കുന്നതിനായി പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ അവർകളെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇത് സ്വീകരിക്കുന്നതിനായി സുഗന്ധി ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ആശാകിരീടം 2021 പരിപാടിയുടെ കോർഡിനേറ്റർ ശ്രീമതി മിനി ബാനർജിക്കുള്ള സ്നേഹോപഹാരമാണ്. ഇത് സമർപ്പിക്കുന്നതിന് വേണ്ടി കുന്നംകുളം MLA ശ്രീ AC മൊയ്തീൻ സർ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം സ്വീകരിക്കുന്നതിനായി മിനി ടീച്ചറെയും ക്ഷണിക്കുന്നു. അടുത്തത് ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള സാങ്കേതിക സഹായവും ആദ്യം മുതലേ കമ്പ്യൂട്ടർ സംവിധാനം ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം ചെയ്തു തന്നത് കുഞ്ചു ബാനർജിയാണ്. കുഞ്ചു ബാനർജിക്ക് ഈ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി സേവ്യർ ചിറ്റല്ലപ്പള്ളി അവർകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി കുഞ്ചു ബാനർജിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രകാശന സന്ദർഭത്തിൽ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ മാഷെ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുന്നു. ഗോപിയാശാനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചകം കൂടിയാണ്. എത്രമാത്രം സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ഗോപിയാശാൻ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു മന്ത്രിയുടെയും ഒരു മുൻമന്ത്രിയുടെയും ഒരു ജനപ്രതിനിധിയുടെയും ഒരു വലിയ സാഹിത്യ വിമർശകൻ്റെയും കവിയുടെയും എല്ലാം സാന്നിധ്യം. കവിതയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ കവിത ഇഷ്ടപ്പെടുന്നു,
കവിത ഞാൻ വായിക്കുകയും ചൊല്ലുകയും ചെയ്യും. വീട്ടിലാണെന്ന് മാത്രം, വളരെ ഉറക്കൊക്കെ ചൊല്ലും ചിലപ്പോൾ. ഗോപിയാശാൻ്റെ കവിത വായിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് ബാല്യകാലം എന്നുള്ള കവിതയാണ്. അക്കാലത്തെ ദാരിദ്ര്യം, ഒരു തരത്തിൽ അക്കാലത്തിൻ്റെ ഒരു പരിച്ഛേദം ഗോപിയാശാൻ്റെ കവിതകളിൽ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം, കടന്നു വന്ന വഴികൾ, സഹിച്ച കഷ്ടപ്പാടുകൾ, ഇതൊക്കെ ഈ കവിതയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ കവിതയും കൂടിയാണ് ഗോപിയാശാൻ്റെ കവിത. ഇനിയും അദ്ദേഹത്തിന് കവിതയിൽ സാഹിത്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥനയിൽ കേട്ട് കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നല്ല സാഹിത്യ സംഭാവനകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശാകിരീടം 2021 സംഘാംഗങ്ങൾ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാന് നൽകുന്ന ഒരു സ്നേഹോപഹാര സമർപ്പണം, അത് സമാദരിക്കുന്നതിന് വേണ്ടി ശ്രീ രാധാകൃഷ്ണൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേസമയം ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഗോപിയാശാനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് ആശംസയർപ്പിക്കുന്നതിന് വേണ്ടി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ അവർകളെ ഈ വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ആരാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗോപിയാശാൻ്റെ കവിതാ സമാഹരണത്തിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ ഗോപിയാശാൻ എന്നെ നേരിട്ട് വിളിച്ചപ്പോൾ എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും തോന്നി. ഗോപിയാശാനെക്കുറിച്ച് അകലെ നിന്ന് കണ്ട പരിചയമാണ് എനിക്ക് ഉള്ളതെങ്കിലും ഈ പ്രായത്തിലും ഗോപിയാശാൻ ഇതിന് മുൻകൈയെടുത്ത് ഈ പരിപാടി സംഘടിപ്പിക്കാനും ഇതിൻ്റെ ഈ ചടങ്ങ് നിർവഹിക്കാനും നമ്മളെല്ലാം പ്രിയപ്പെട്ട മന്ത്രിയും MLA-മാരും നമ്മുടെ VC പറഞ്ഞതുപോലെ ആദ്യാവസാനം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗോപിയാശാനെ എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തത് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കേരള കലാമണ്ഡലം റിട്ടയർഡ് പ്രിൻസിപ്പാളും മുൻനില ക്യാമ്പസ് ഡയറക്ടറും ഡീൻ ഓഫ് ഫാക്കൽറ്റിയുമായിരുന്ന കലാമണ്ഡലം MPS നമ്പൂതിരിയെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരാധ്യനായ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ, വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മാന്യ വ്യക്തികളെ, ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല, സമയം അത്രയും വൈകിയത് കൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു ചടങ്ങിനെക്കുറിച്ച് ഗോപിയാശാൻ ഫോണിൽ കൂടി സംസാരിച്ചപ്പോൾ ഞാനവിടെ കേൾവിക്കാരായിട്ടിരിക്കാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അത്രയും ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ നോട്ടീസ് കണ്ടപ്പോഴാണ് അതിനൊരു ആശംസ എന്നുള്ള ഒരു ചുമതല, അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് ആ ഒരു സന്ദർഭത്തിൽ ഒരു ശിഷ്യൻ ആശംസിക്കാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നി. കാരണം ആശംസയും അനുഗ്രഹവും ഈ രണ്ട് വാചകങ്ങളെക്കുറിച്ച് എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ശബ്ദധാരാവലി നോക്കി ആശംസ എന്ന വാക്കിന് എന്താണ്, അപ്പോൾ നന്മ വരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഞാൻ
ഒരു ധിക്കാരത്തിന് പുറപ്പെടുന്നില്ല. ഏതായാലും ആശാന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ പുസ്തകം പെട്ടെന്നൊന്ന് മറച്ചു നോക്കിയപ്പോൾ അതിന് ഏറ്റവും അവസാനം ഒരു കവിത കണ്ടു. അതെന്നെ ഞാനൊന്ന് ഓടിച്ചു വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അത് നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ആ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം. കാരണം ഭവ്യാശാന് പ്രായം 85 ആയെങ്കിലും ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ യുവ മനസ്സ് ഇപ്പോഴും വളരെ ചടുലമാണ്, വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ആ സന്ദർഭത്തിൽ എനിക്കൊരു ചെറിയൊരു കാര്യം ആശാൻ്റെ മുമ്പിൽ ഒരു അപേക്ഷ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്, ഭവ്യാശാൻ്റെ ജീവിതത്തിൽ ആശാൻ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട വിഷയമില്ല, അവർക്ക് അറിയുന്നതാണ്. പക്ഷെ ഒരു ആശാനെ ശരിക്കും ചൂഷണം ചെയ്തിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാനതിന് ആ വാക്കിനൊരു കോമിറ്റിട്ടാണ് പറഞ്ഞത്, ചൂഷണം എന്നത്. ഗോപിയാശാൻ 2012 ഇവിടെ എമരിറ്റസ് പ്രൊഫസറായപ്പോൾ ആശാനെ കൊണ്ട് നളചരിതം ചൊല്ലിയാടിക്കുന്നതിന് പിന്നിലുള്ള ഒരു പ്രേരണ ഞാനായിരുന്നു എനിക്ക്. അങ്ങനെ ആശാനെ കൊണ്ട് ഞാനത് അതിലേറ്റവും എനിക്ക് അത്ഭുതപ്പെട്ടത് ഈ നിരന്തരം കളികൾ, തുറക്കൊഴിച്ചിട്ടുള്ള നിരന്തരം കളികൾ, യാത്രകൾ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ നളചരിതം വള്ളി പുള്ളി തെറ്റാതെ അവനവൻ്റെ കൈപ്പട കൊണ്ട് അതിൻ്റെ പദങ്ങളും ശ്ലോകങ്ങളും എഴുതി, അതിന് കാണിക്കുന്ന മുദ്രകളെക്കുറിച്ച് എഴുതി, ഇങ്ങനെ അവനവൻ്റെ കൈപ്പട കൊണ്ട് വേറൊരാൾ പറഞ്ഞ് എഴുതിക്കല്ല, കൈപ്പട കൊണ്ട് എഴുതിച്ച് അത് കലാമണ്ഡലത്തിലെ കുട്ടികളെ ചൊല്ലിയടിച്ച് അവരെ കൊണ്ട് അരങ്ങത്ത് അവതരിപ്പിച്ച് ഇങ്ങനൊരു മഹാസംഭവം, അല്ലെങ്കിൽ ഭവ്യാശന് ഏറ്റവും വലിയൊരു സംഭാവന എന്നുള്ളത് വേറൊരു തരത്തിൽ ഞാനതിനെ കാണുകയാണ്. ഇപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, എത്രയോ കഥാപാത്രങ്ങളുടെ മനസ്സിനെ വായിച്ചെടുത്ത് അതിൻ്റെ അരങ്ങിൽ അതിനെ വളരെ സമർത്ഥമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു നാടകബോധത്തിൻ്റെ ഒരു വലിയൊരു ഒരു നിധി പോലെ ആശാൻ്റെ മനസ്സിൽ കിടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രവാഹമല്ലേ ഈ കവിത. കാരണം നാടകാന്തം കവിത്വം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി എനിക്ക് പറ്റി ഗ്രഹിതൊന്നുമില്ല. പക്ഷേ അത്രയധികം നാടകീയത ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളെ, കർണനെ പോലെയും നളനെ പോലെയുള്ള കഥാപാത്രങ്ങളെ 1000 അരങ്ങുകൾ അവതരിപ്പിച്ച് അതിന്ന് വന്നിട്ടുള്ള ഒരു തരത്തിലുള്ള ഊറി വന്നിട്ടുള്ള ഒരു തരത്തിലുള്ള ഈ നാടകബോധം, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ മനസ്സിനെ വായിക്കാനും അതിനെ ആവിഷ്കരിക്കാനും പറ്റുന്നൊരു സിദ്ധി ആശാന് കൈവന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒന്നല്ലേ ഈ കവിത എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ വാഴയങ്കട കുഞ്ചുനായരാശാൻ എന്ന ഒരു മഹാനടൻ ഒരു ഘട്ടത്തിൽ ഈ നളചരിതത്തിന് ബാഹുകൻ്റെ അല്ലെങ്കിൽ നളൻ്റെ ആട്ടം വേർപാട് കാണാൻ ഒരുപാട് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് ആശാൻ. കുട്ടികൾക്ക് വേഗം അത് അതിൻ്റെ മനസ്സിൽ അതിങ്ങനെ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ശ്ലോകങ്ങൾ ഉണ്ടാക്കില്ല. എനിക്ക് ആശാനോട് പറയാനുള്ളത്, നളചരിതത്തിനും അതുപോലെ തന്നെ കർണശപഥം എന്നുള്ള ആ കഥാപാത്രം ഒരു പക്ഷേ ആശാനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളൊരു കഥാപാത്രമായിരിക്കും ഈ കർണൻ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് സമാനതകൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ എഴുത്തുകാരതിനെ പറ്റി എഴുതാറുണ്ട്. ഭൂപേശാൻ്റെ സ്വഭാവം, കർണൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആസ്വാദകർ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് ഈ കർണൻ എന്നുള്ള കഥാപാത്രത്തിൻ്റെ മനസ്സിനെ ആശാൻ ഒരു കവിതയിൽ കൂടി ആവിഷ്കരിച്ച് അതിൻ്റെ ഒരു ആട്ടപ്രകാരം പോലെ അത് വരുന്ന തലമുറയ്ക്ക് അത് വലിയൊരു ഉപകാരമാവുമെന്ന് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ആശാനെ എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ആ കാൽക്കൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കേരള കലാമണ്ഡലം മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാറും പബ്ലിസിറ്റി റിസർച്ച് ഓഫീസറുമായിരുന്ന ശ്രീ വി കലാധരേട്ടനെ ഈ വേദിയിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുന്നു. എത്രയോ തവണ കേട്ട ശബ്ദമാണ്, എത്രയോ തവണ കേട്ട വാക്കുകളാണ്. അത് സ്വാഗതം ശ്രവിക്കുന്നതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു.
വേദിയിലെ അഭിവന്ദ്യരെ, പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ കലകളിൽ, വിശേഷിച്ച് കഥകളിയിൽ 2 കലാകാരന്മാരെയാണ് ഞാൻ നിർനിമേഷനായി നോക്കി നിന്നത് അരങ്ങിലും അണിയറയിലും, കലാമണ്ഡലം കൃഷ്ണൻ നായരെയും കലാമണ്ഡലം ഗോപിയെയും. 1990 ആഗസ്റ്റ് 15 കലാമണ്ഡലം കൃഷ്ണൻ നായർ വിട പറഞ്ഞപ്പോൾ അതിൻ്റെ തീവ്ര നഷ്ടബോധം എന്നെ പിടികൂടാതിരുന്നത് കലാമണ്ഡലം ഗോപി എന്ന അദ്വിതീയനായ കലാകാരൻ്റെ സാന്നിധ്യം മൂലമായിരുന്നു. അംഗോപാംഗ പ്രത്യംഗങ്ങളിൽ അദ്ദേഹം വിരിയിച്ചെടുത്ത സൗന്ദര്യം എത്രയോ അരങ്ങുകളിൽ സ്വദേശത്തും വിദേശത്തുമായി ഞാൻ ആസ്വദിച്ചു. 4 പതിറ്റാണ്ട് നീളുന്ന ഗാഠമായൊരു ബന്ധം ഗോപിയാശാനുമായി എനിക്കുണ്ട്. ഞാൻ ഇവിടെ വരുന്ന കാലത്തും പിന്നീടുമെല്ലാം വളരെ ബഹിർമുഖനായ ഒരു കലാകാരനായിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. നമുക്കറിയാം, കാവ്യദേവതയുടെ അനുഗ്രഹം ഉള്ള ഒരാൾക്ക് അന്തർമുഖത്വം അനിവാര്യം. അങ്ങനെ ഒരു അന്തർമുഖത്വം കൂടി ഗോപിയാശാനുണ്ട് എന്ന് ഞാൻ വളരെ വൈകിയ വേളയിൽ തിരിച്ചറിയുന്നു. അദ്ദേഹം നൂറുകണക്കിന് വേദികളിൽ ഇതിഹാസ പാത്രങ്ങളെ അവതരിപ്പിച്ച് ആംഗിക സാത്വിക അഭിനയങ്ങളാൽ നമ്മളെ രസാനുഭൂതിയിലെത്തിച്ചതിൻ്റെ ചരിത്രം കഥകളി കാത്തുസൂക്ഷിക്കുമ്പോൾ തനിക്ക് കാവ്യത്തിൻ്റെ രചനയിലും സാധനയിലും അതിൽ കൂടി തൻ്റെ കഴിവ് പ്രകാശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു മൂർത്തമായ ഉദാഹരണമായി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഈ പ്രകാശന സന്ദർഭം, കവിതയുടെ ധ്വനനശേഷിയെപ്പറ്റി, കാവ്യഗുണത്തെപ്പറ്റി അപഗ്രഥനപരമായി പറയാനുള്ള ശേഷി എനിക്കില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് ലീലാകൃഷ്ണൻ ഇത് വളരെ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു. ഈ കഥകളി എന്ന കലാരൂപത്തിൽ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന, ഇന്നും അണിയറയിലും അരങ്ങിലും നിതാന്ത ശ്രദ്ധയോടുകൂടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന, ആ ഓരോ ചലനത്തെയും ഭാവത്തെയും ഉൾക്കൊള്ളാൻ വെമ്പുന്ന എൻ്റെ കഥകളി സംസ്കാരം കുറച്ചു കാലം കൂടി ഇതുപോലെ പുലരാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ സർഗവാസന ഇനിയും വിടർന്ന് വികസിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അമ്മ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത് DC ബുക്സ് ആണ്. പ്രസിദ്ധീകരണ ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും ഗോപിയാശാന് ആശംസ നേരുന്നതിനുമായി DC ബുക്സിലെ ശ്രീ AV ശ്രീകുമാർ സാറിനെ സ്നേഹാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെയും, ഒരു മഹാകവി നമുക്ക് നൽകിയതാണ് ഈ കലാമണ്ഡലവും കഥകളി ആചാര്യന്മാരെയുമെല്ലാം. ഇപ്പോൾ ഒരു കഥകളി ആചാര്യൻ അത് തിരിച്ച് കവിതയ്ക്ക് നൽകുകയാണ്. അതാണ് അമ്മ എന്ന കവിതാ സമാഹാരം. ഇങ്ങനെ ഉള്ള ഒരു കവിത്വം അത് ഈ എല്ലാ കലാകാരന്മാരുടെയും ഉള്ളിലുള്ള ഒന്നായിട്ടാണ് തോന്നുന്നത്.
അതിനെ പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ കൊറോണ കാലം അദ്ദേഹത്തിന് സമ്മാനിച്ചത്. എന്തായാലും ചുവല്ലൂർ കൃഷ്ണൻകുട്ടി ഇതിൻ്റെ അവതാരികയിൽ പറഞ്ഞതുപോലെ ഒരു മനോധർമ്മ പുത്രരായിട്ട്, ധർമ്മപുത്രരല്ല മനോധർമ്മപുത്രരായിട്ടാണുള്ള ഒരു അവതാരമായിട്ടാണ് ഈ കവിതയിലൂടെ അദ്ദേഹം വരുന്നത്. ഈ മനോധർമ്മം തന്നെയാണ്, അതായത് പല തരത്തിൽ ഒരു പദത്തെ തന്നെ, ഒരു ഭാവത്തെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാനും പല രീതിയിൽ ധ്വനിപ്പിക്കാനും കഴിയുന്നത് തന്നെയാണ് മറ്റൊരു തരത്തിൽ കവിതയിലുള്ളത്. ഈ കവിത്വ സിദ്ധിക്ക് മുന്നിൽ നമോകം ഇങ്ങനെ ഒരു അതുപോലെ തന്നെ ഈ കവിതയ്ക്കുള്ളിലും ഉള്ള ഒരു ഭാവ പ്രപഞ്ചമുണ്ട്. അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ അവതരിപ്പിക്കാനുണ്ട്. സ്നേഹത്തിന് തന്നെ ഇപ്പം നമ്മൾ സാധാരണയായിട്ട് തന്നെ പറയാറുണ്ട്, ഇതിന് 3 ഭാവങ്ങൾ, അതിന് തന്നെ ഉള്ള 3 ഭാവങ്ങൾ. ഒന്ന് ഭക്തിയാണ്, ഒന്ന് പ്രേമമാണ്, ഒന്ന് കരുണയാണ്. ഈ 3 ഭാവങ്ങൾ, ഈ 3 ഭാവങ്ങളുടെയും പകർന്നാട്ടങ്ങൾ നമുക്ക് ഈ കവിതകളിൽ കാണാൻ സാധിക്കും. അതും ഈ കവിതകളുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നേരത്തെ പലരും സൂചിപ്പിച്ചു, ലീലാകൃഷ്ണനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശയ്യാഗുണം എന്ന് പറയുന്ന കവിതയ്ക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന ഒരു ഗുണമാണ് ശയ്യാഗുണം എന്നുള്ളത്. ആ പദശയ്യയും അതുപോലെ തന്നെ ഭാവശയ്യയും എല്ലാം എത്ര മനോഹരമായിട്ട് രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഈ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മലയാളികൾക്കായി അമ്മ എന്ന ഈ കവി സമാഹാരത്തിലൂടെ ഒരുപാട് ഭാവപ്രപഞ്ചങ്ങൾ നൽകിയ കലാമണ്ഡലം ഗോപി ആശാന് എൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാതൃഭൂമിയുടെ പത്രലേഖകൻ വടക്കാഞ്ചേരി മുരളി സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കും. വേദിയിലെയും സദസ്സിലെയും ആദരണീയരെ, ഒരു മഹാനടൻ്റെ കവിതയിലെ അരങ്ങേറ്റത്തിന് സാക്ഷ്യം വയ്ക്കുകയാണ് ഇന്ന് കലാമണ്ഡലത്തിൻ്റെ നാട്യഗ്രഹം. അദ്ദേഹവുമായി 4 പതിറ്റാണ്ടിലേറെ കാലത്തെ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ അരങ്ങിലെയും ജീവിതത്തിലെയും വേഷപ്പകർച്ചകൾ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു മാധ്യമ വിദ്യാർത്ഥി എന്ന നിലയിൽ, കാലത്തിന് സാക്ഷിയാകുന്ന പത്രപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങിലെ പ്രകടനങ്ങളെല്ലാം തന്നെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കി കണ്ടിരുന്നതാണ്. കോവിഡ് കാലത്ത് അദ്ദേഹം സൂചിപ്പിച്ച പോലെ 70ഓളം കവിതകൾ ഒട്ടും സമയം പാഴാക്കാതെ അദ്ദേഹത്തോട് ഞങ്ങളൊക്കെ പറഞ്ഞത് കവിതാ സമാഹാരം പുറത്തിറക്കണമെന്നുള്ളതാണ്. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തപ്രിയ മാസികയിലാണ് ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത്. കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് നേരത്തെ കവികൾ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരുന്നത് ശ്രീ ഇയ്യങ്കോട് ശ്രീധരനെയും കലാമണ്ഡലം കേശവനെയുമായി. രണ്ടുപേരും കവികൾ എന്ന നിലയ്ക്ക്, കലാകാരന്മാരെന്ന നിലയ്ക്ക് അടയാളപ്പെടുത്തപ്പെട്ട ആളുകളാണ്. ശ്രീ ഇയ്യങ്കോട് ശ്രീധരൻ ഗോപീശൻ കവിത എഴുതി തുടങ്ങിയ അവസരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാകവി വെള്ളത്തോളിൻ്റെ കാലത്ത് അദ്ദേഹം കടലുകളിൽ വന്ന് ചില കവിത മനോദരം പോലെ ചെല്ലും. അത് അതേപോലെ കൃത്യമായി എഴുതിയെടുക്കുക ഗോപിയാശാനായിരുന്നു. മറ്റാർക്കും അതിനുള്ള സ്ഥിതി ഉണ്ടായിരുന്നില്ല. കൃത്യമായി വെള്ളത്തോളിൻ്റെ കവിതകൾ ഗോപിയാശാൻ എഴുതിയെടുക്കും, അത് പിന്നീട് അവതരിപ്പിക്കും. മഹാകവിയെ കൈപിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തിരുന്നതും ഗോപിയാശാനായിരുന്നു. തീർച്ചയായും ആ വലിയ കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനമായ മഹാകവിയുടെ കൈപിടിച്ചു നിൽക്കാൻ ഭാഗ്യമുണ്ടായ നമ്മുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട, ഞങ്ങൾക്ക് സ്വന്തം പിതാവിനെ പോലെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഗോപിയാശാന് ഇന്ന് അദ്ദേഹത്തിൻ്റെ അമോഹം ഇവിടെ സഫലമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കഥകളിയിൽ എന്ന പോലെ കവിതയിലും അദ്ദേഹത്തിൻ്റെ ഹരിതാപ അത് കൂടുതൽ കൂടുതൽ
നമുക്ക് അനുഭവപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിനെ പ്രാർത്ഥനയാൽ വളരെ ശ്രവ്യസുഖതമായ ശബ്ദത്താൽ നമ്മെ ലയിപ്പിച്ച നമ്മുടെ കഥകളി സംഗീതം വകുപ്പ് മേധാവി കലാമണ്ഡലം വിനോദാശാനുള്ള ഒരു സ്നേഹോപഹാര സമർപ്പണമാണ് ഇനി. അതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇത് സ്വീകരിക്കുന്നതിനായി കലാമണ്ഡലം വിനോദാശാനെയും ക്ഷണിക്കുന്നു. ഈ പുസ്തക പ്രകാശനത്തിനോട് അനുബന്ധിച്ച് അമ്മ എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും കവിതകളുടെ മോഹിനിയാട്ട നൃത്താവിഷ്കാരം നടക്കുന്നുണ്ട്. ഇതിൻ്റെ പക്കമേളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വായ്പാട്ടിൽ ശ്രീ മനു നാരായണൻ എന്ന പ്രശസ്തനായ കലാകാരനെ ഈ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇത് നൽകുന്നതിനായി സേവ്യർ ചിറ്റിലപ്പള്ളി അവർകളെയും ക്ഷണിക്കുന്നു. മദ്ദളത്തിൽ ശ്രീ കലാനിലയം മനോജ് എന്ന കലാകാരനാണ് ഇവിടെ പരിപാടിയിൽ വാദനത്തിന് എത്തിയിരിക്കുന്നത്. മദ്ദളത്തിൽ ശ്രീ കലാനിലയം മനോജ്, അദ്ദേഹത്തിനെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇത് നൽകുന്നതിനായി AC മൊയ്തീൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രശസ്ത വീണവാദകനായ ശ്രീ ധർമ്മതീർത്ഥൻ അവർകളെ ഈ വേദിയിലേക്ക് സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ മാഷയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇടയ്ക്കയിൽ ശ്രീ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് എന്ന കലാകാരനാണ് ഇവിടെ നൃത്താവിഷ്കാരത്തിൽ വീണവാദകനായ ശ്രീ ധർമ്മതീർത്ഥൻ എന്ന കലാകാരനുള്ള സ്നേഹോപഹാരമാണ്. ഇത് നൽകുന്നതിനായി വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ മാഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
പുല്ലാങ്കുഴൽ വാദനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ വിവേക് ഷേണായി എന്ന കലാകാരനാണ്. അദ്ദേഹത്തിനെ പൊന്നാടയണിയിക്കുന്നതിനായി ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. നാശമില്ലാത്തത്, നശിക്കാത്തത് എന്നാണ്. ആ അക്ഷരലോകത്തെ, കാവ്യപ്രപഞ്ചത്തെയാണ് ഗോപിയാശാൻ നമുക്ക് മുന്നിൽ, നമ്മുടെ സമക്ഷത്തിൽ വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ ആസ്വദിക്കണം, അതിനെ എങ്ങനെ വിലയിരുത്തണം, ഇതെല്ലാം ഓരോ ആസ്വാദകരുടെയും മനസ്സിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത്. ഇവിടെയുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങളും ആശാൻ്റെ കവിതയെക്കുറിച്ച്, ആശാൻ്റെ നടന കലാവൈഭവത്തെക്കുറിച്ച് എല്ലാം സംസാരിച്ചു. അത് കവിത എന്ന ശക്തിമത്തായ ഒരു കാവ്യധാരയെ മുന്നിലേക്ക് വെച്ച് കാവ്യകലയുടെ ഒരു സർഗപ്രതിഭയായ കലാമണ്ഡലം ഗോപിയാശാൻ രണ്ട് അർത്ഥത്തിലും നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ ബഹുമുഖ പ്രതിഭയായി നിൽക്കുകയാണ്. രാഷ്ട്രത്തിലെ രണ്ടാമത്തെ സിവിലിയൻ അവാർഡാണ് പത്മ അവാർഡ്. കലാമണ്ഡലത്തിൽ പഠിച്ച് അധ്യാപകനായി വിരമിച്ച് കലാലോകത്തിൽ ഏറ്റവും സമുന്നതമായ പദവിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹം, രാധാകൃഷ്ണൻ സാറ് പറയേണ്ടായി, ഇനി പത്മഭൂഷൺ, പത്മവിഭൂഷൺ വരെയൊക്കെ കിട്ടട്ടെ. അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഈ പത്മശ്രീ കിട്ടിയ 3 പേരാണ് നമ്മുടെ ഭരണസമിതി അംഗത്തിലും ഉള്ളത്, ഭരണസമിതിയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും കലാരംഗത്തെ മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ളവരുമാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളിലും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന ഓരോ മഹത് വ്യക്തിത്വങ്ങൾക്കും ആശാകിരീടം 2021 എന്ന സംഘാടകരുടെ പേരിൽ, കലാമണ്ഡലത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. നടന കാവ്യകലയിലെ അതുല്യ പ്രതിഭയായ ഗോപിയാശാന് നമ്മളെല്ലാവരും ചേർന്ന് നൽകിയ ഒരു ഗുരുദക്ഷിണ കൂടിയാണ് ഇത്. രാധാകൃഷ്ണൻ സാറിൻ്റെ വാക്കുകളെ കടമെടുത്താൽ, സമ്പന്നരും ദരിദ്രരും എന്ന വേർതിരിവില്ലാത്ത വിധത്തിൽ മർത്യരൊന്നാണ് എന്ന ചിന്ത ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗോപിയാശാൻ്റെ ഒരു കവിതയിലും ഇതേ വാക്കുകൾ പറയുന്നുണ്ട്, മർത്യരൊന്നാകുന്നു എന്ന്. ഈ ആശയത്തെ മുൻനിർത്തി ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ ഔപചാരികമായി പര്യവസാനിപ്പിക്കുന്നതിന് വേണ്ടി അധ്യക്ഷന് വേണ്ടി ഈ പുസ്തക പ്രകാശന ചടങ്ങ് പര്യവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.